അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നല്ല കാര്യത്തിന് വേണ്ടി സഹകരിക്കുക, സഹായിക്കുക. ചീത്ത കാര്യത്തിന് സഹകരിക്കാതിരിക്കുക, സഹായിക്കാതിരിക്കുക. ഇന്ന് സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ ലോകം, ബഹുമാനപ്പെട്ട ഡോക്ടർ സുലൈമാൻ സാഹിബോട് സംസാരിക്കുന്നു. ഇതിന്റെ ഒരു കാരണം നമ്മൾ തന്നെയാണ്. അല്ലാഹു പറയുന്നു, വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. സൂറത്ത് അൻആമിൽ 129-ാമത്തെ ആയത്ത്. എന്താ ഇതിന്റെ അർത്ഥം? അപ്രകാരം തന്നെ നുവല്ലി ബഅദൽ ളാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. അക്രമികാരികളായ ഭരണാധികാരികളെ അല്ലാഹു ഇവിടെ കൊണ്ടുവരും. അവർക്ക് അക്രമികാരികളായ ചില ആളുകൾക്ക്. എന്തുകൊണ്ട്? അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും മോശമായ ഭരണാധികാരികൾ നമുക്ക് വരുന്നത്. ശ്രദ്ധിക്കണം അത്രയും വിഷയങ്ങളൊക്കെ. നന്മ നമ്മൾ നഷ്ടപ്പെട്ടു, വെറും തിന്മ മാത്രമായി നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് മാത്രം തന്നെയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, ഇദാ കാന ഉമറാഉക്കും ഖിയാറുക്കും വഅഗ്നിയാഉക്കും സുബഹാഉക്കും വഉമൂറുക്കും ശൂറാ ബൈനക്കും ഫളഹുൽ അർദി ഖൈറു മിൻ ബത്നിഹാ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഭരണാധികാരികൾ നല്ലവർ, അതുപോലെ തന്നെ വഅഗ്നിയാഉക്കും സുബഹാഉക്കും ഇവിടെയുള്ള ധനവാന്മാർ, കഴിവുള്ളവർ, സാമ്പത്തികമായി കഴിവുള്ളവർ, അഗ്നിയാക്കൾ, അവർ സുമഹാ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരുമാകണം. എന്റെ മുതല്, എന്റെ പൈസ, എന്റെ ബാങ്കില് എന്റേത് എന്റേത് എന്റെന്ന് പറഞ്ഞു കണ്ട് ഇരുന്നാൽ പോരാ. അവൻ മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ അവരുടെ ഇടയിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും വേണം. അങ്ങനെയുള്ള നല്ലൊരു കാലം ഉണ്ടായാൽ ഭൂമിന്റെ ഉപരിഭാഗത്തേക്കാൾ ഏറ്റവും നല്ലത് ഭൂമിയിൽ ജീവിക്കലാണ്. ജീവിത ഹൈറായിരിക്കും അത്. നേരെ മറിച്ച് വൈദാക്കാൻ ഉമറാവുക്കും സിറാവുക്കും വഗ്നിയാവുക്കും ബുഖലാവുക്കും നിങ്ങളുടെ കാര്യം ഭർത്താക്കൾ, പിന്നീട് ഭരണാധികാരികൾ മോശക്കാര്, വാലിനീകൾ, അക്രമികളാണെങ്കിൽ വൈദാക്കാന അഗ്നിയാവുക്കും ബുഖലാവുക്കും, അഗ്നിയാക്കൾ, സമ്പന്നർ ഒന്നും കൊടുക്കാതെ ചെയ്യാതെ അവൻ വാരിക്കൂട്ടി അവൻ തന്നെ പൂട്ടി വെക്കുകയാണെങ്കിൽ ഓമൂറക്കും ഷൂറാബൈ നിസായിക്കും നിങ്ങളുടെ കാര്യങ്ങൾ പെണ്ണുങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ചർച്ച ചെയ്യാൻ അപ്പൊ ദുനിയാവിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിന്റെ അടിഭാഗത്തിൽ അതിൻ്റെതാണ് എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. എന്നോടും ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഞാൻ ഇവിടെ കൂടുതൽ പറയുന്നത് സമയം കളയുന്നത് ശരിയല്ലല്ലോ. നമ്മളെല്ലാവരെയും കാത്തിരുന്ന ആകാംക്ഷയോടെ കാത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രഭാഷകനായ ഏറ്റവും വലിയ പ്രഭാഷകൻ, എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ക്ലിപ്പുകളൊക്കെ കേൾക്കുന്നത്. അത്ര വലിയ രസമുള്ള സംസാരം. അപ്പൊ അതിനു വേണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. സംസാരിക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ അവരുടെ ആദരവുകൾ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടുതൽ സാരി അമലാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. اللهم صل على محمد وعلى آل سيدنا محمد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ സംഗമത്തിന്റെ ബാക്ക്ബോൺ, പ്രിയപ്പെട്ട ഈ നാട്ടുകാരനും അതോടൊപ്പം തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയ സുഹൃത്ത് ഫൈസൽ എടശ്ശേരി, ഇവിടെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ മൊയ്തീൻ സാഹിബ്, അതേപോലെ തന്നെ ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച പ്രിയപ്പെട്ട ഉസ്താദ് പ്രസംഗിക്കുകയും ചെയ്തു.
അതേപോലെ തന്നെ ഇവിടെ മഹലിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ സെക്രട്ടറി, അതേപോലെ തന്നെ വൈസായിട്ടിരിക്കുന്ന ആളുകൾ, എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സമയം കളയുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഈ നാട്ടുകാരായ കാരണവന്മാർ, യുവാക്കൾ, വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധാനം ചെയ്യുന്ന നാട്ടിലെ നല്ലവരായ സഹോദരന്മാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രിയ സുഹൃത്ത് ഫൈസൽ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഒരു 10-75 ആളെ ഉണ്ടാവുള്ളൂ എന്ന്. നമ്മൾ 75 ആളോടും സംസാരിക്കാറുണ്ട്, 7500 ആൾക്കാരോടും സംസാരിക്കാറുണ്ട്. ആൾബലം നോക്കിയിട്ടല്ല സത്യത്തിൽ നമ്മൾ സംസാരിക്കേണ്ടത്, ആ കാര്യം എന്ത് എന്നതുമായി ബന്ധപ്പെടുത്തിയാണ്. ഈ നാട്ടിലെ എല്ലാ പ്രധാനികളും ഒരുമിച്ച് കൂടിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഇതിന് മനസ്സ് വെക്കുന്ന എല്ലാവരും ഒരുമിച്ച്, ഇതിൽ പ്രൊഫഷണൽസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതേപോലെ സാധാരണക്കാരുണ്ട്, ഗൾഫുകാരുണ്ട്. ഇതൊരു പക്ഷേ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഭാവിയിൽ ഇത് ക്ലിപ്പായി ചിലപ്പോൾ കേൾക്കുമായിരിക്കും, ഗൾഫിലെ സഹോദരന്മാർ വാട്സപ്പിലൂടെ. ഇങ്ങനെ ഒരുപാട് ആളുകളാണ്. ഇവിടെ 75-80 ആളുകളാണെങ്കിൽ അതിലേറെ ആളുകൾ ഇനി ഗൾഫിൽ നിന്നും ഇതുമായി സഹകരിക്കും, ഈ നാട്ടുകാരായ ആളുകൾ. എന്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്? ഒരു പ്രസംഗം കേൾക്കാനല്ല. ഞാൻ കുറച്ച് ശബ്ദത്തിലും കുറച്ച് സ്പീഡിലൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു സംസാരമല്ല ഇന്നോട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് വയറ് പോലെ അല്ലെങ്കിൽ പ്രസംഗം പോലെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇതെന്തിനാ നമ്മൾ കൂടിയത് എന്നുള്ള ഒരു കാര്യമാണ് പറയേണ്ടത്. ഉസ്താദ് പറഞ്ഞു വെച്ചെടുത്തു തന്നെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം. മക്സദെ ഹയാത്ത് എന്നാണ് ഇതിന് പറയുക. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇതൊരു വെറൊരു പ്രസംഗമായി, സംസാരമായി നിങ്ങൾ എടുക്കരുത്. കാരണം നമ്മൾ എന്തായാലും നാളെ മരിച്ചു പോകും. ആ മരിച്ചു പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചത് എന്നതിനൊരു അടയാളം വേണം അള്ളാഹുവിന്റെ അടുക്കൽ. അപ്പൊ അതിന് നമുക്കൊരു ലക്ഷ്യം വേണം ജീവിതത്തിൽ. നാളെ അള്ളാഹുവിന്റെ കോടതി 3 എന്ന് ഹദീസിൽ വരുന്നുണ്ട്. ഇവിടെ ഉസ്താദ് ഹദീസ് വെച്ചാണ് തുടങ്ങിയത്, അതുകൊണ്ട് അത് വെച്ച് തന്നെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കാം. 3 കോടതിയാണ് നാളെയുള്ളത്. ഒന്നാമത്തെ കോടതി ഈമാന്റെ കോടതിയാണ്. ഈമാന്റെ കോടതി. ഈമാന്റെ കോടതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുലേക്ക് നമ്മളെല്ലാ നിസ്കാരങ്ങളും നോമ്പുകളും ഒക്കെ അവനാണ്. അപ്പൊ അതിൽ നമ്മൾ വേറൊരു കലർപ്പമില്ലാതെ അതിന്റെ ഒരു കോടതി നാളെ അള്ളാഹുവിന്റെ അടുക്കലുണ്ട്, ഏറ്റവും ശക്തമായ കോടതി. അവിടെ അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. കാരണം ശിർക്കിയായ ഒരു ലോകം അള്ളാഹു മാപ്പാക്കുന്നതല്ല. രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ കോടതി, പക്ഷെ നമസ്കാരം നമുക്കത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് നിസ്കരിക്കാന്നാണ് തോന്നുന്നത്. അല്ലേ നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന രണ്ടാമത്തെ കോടതി നമ്മുടെ ഇബാദത്തിന്റെ കോടതി. ഉസ്താദന്മാരുടെ അവർ വിശദീകരിച്ച് വരും. നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് എല്ലാവരും. ഇബാദത്തിൽ വെച്ച് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരമാണ്. അവിടെ ആദ്യത്തെ വാക്ക് തന്നെ ഇബാദത്തിൽ വെച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരമാണെന്ന്. അത് പണ്ടത്തെ ഉലമാക്കൾ വളരെ സൂക്ഷിച്ചിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്. ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരമല്ല, ഇബാദത്തിൽ വെച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരമാണ്. അപ്പൊ ആദ്യം ഈമാനെ കുറിച്ച് ചോദ്യം ചെയ്യും, പിന്നെ ഇബാദത്തിന്റെ കോടതിയിൽ ഇബാദത്തുകളെ കുറിച്ച് ചോദ്യം ചെയ്യും. ഇത് നമ്മൾ ശരിക്കും ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ടതാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് നാളെ ശക്തമായ ഈമാന്റെ കോടതി, ആ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം ഇബാദത്തിന്റെ കോടതിയിലേക്ക് എത്താൻ. അപ്പൊ അത് ഈമാൻ കാര്യം ആദ്യം ചർച്ച ചെയ്യുന്ന അർത്ഥം. ഈമാൻ കാര്യം ഇസ്ലാം കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈമാൻ കാര്യം ആദ്യം ചോദിക്കപ്പെടും, പിന്നെ ഇബാദത്തിന്റെ കാര്യം ചോദിക്കപ്പെടും. അപ്പൊ ഇബാദത്തിന്റെ കാര്യത്തിൽ അഫ്വ് ചെയ്യും അല്ലാഹു. ഉദാഹരണത്തിന് നമ്മൾ നിസ്കാരം ചിലപ്പോൾ വേണ്ട രീതിയിലല്ല നിസ്കരിച്ചതെങ്കിൽ പോലും അതിന്റെ സുന്നത്തുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനാണ് നമ്മൾ അപ്പുറത്തുപ്പുറത്തുള്ള സുന്നത്തെ നിസ്കരിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് ആ ഫർദ് നിസ്കാരത്തിന് വേണ്ട രീതിയിൽ ഒരു ബലം കിട്ടിയില്ലെങ്കിൽ ഈ സുന്നത്ത് വെച്ച് അല്ലാഹു അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇബാദത്തിന്റെ കോടതിയിൽ അല്ലാഹു വലിയ പരമകാരുണ്യവാനാണ്, ഒക്കെ പുറത്തു തരും. ഇബാദത്ത് ഒഴിവാക്കാൻ പാടില്ല, അതിന് ബലഹീനതയുണ്ടെങ്കിൽ അത് പുറത്തു തരും. പക്ഷെ മൂന്നാമത്തെ ഒരു കോടതിയുണ്ട്.
അത് നമ്മൾ അധികം ചർച്ച ചെയ്യാറില്ല. ഇത് വ്യക്തമായ ഹദീസാണ്. മൂന്നാമത്തെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാതെ ഒരാളും സ്വർഗത്തിലേക്ക് എത്തൂല. ആ കോടതിയുടെ പേര് ഹുഖൂഖുൽ ഇബാദ് എന്നാണ്. അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളോടുള്ള കടപ്പാടുകളുടെ കോടതി. നമ്മൾ വിചാരിച്ചത് ഈമാനും ഇബാദത്തും ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവാന്നാണ്. ഒരിക്കലുമില്ല. ഒരു ഉലമാക്കളും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെന്തും കൂടി വേണം? ഹുഖൂഖുൽ ഇബാദ്, അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളോടുള്ള കടമകൾ പൂർത്തിയാക്കിയിട്ട് പോകണം. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു ഹദീസുണ്ട്. അത് എവിടെയെങ്കിലും കേൾക്കുന്ന ഹദീസല്ല, ബുഖാരി ഷരീഫിലെ ഹദീസാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആധികാരികമായിട്ട് പറയാവുന്നതാണ് സഹീഹ് ബുഖാരി. അതിലെ ഹദീസാണ്, ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ സാലിഹത്തായ ഒരു സ്ത്രീ നരകത്തിൽ പോകേണ്ടി വന്ന സംഭവം. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയുടെ പാപങ്ങൾ പുറത്തു കൊടുത്ത സംഭവം. നമ്മൾ എത്രയോ കാലമായിട്ട് കേൾക്കുന്നതാണ്. അവിടെ ഒരു സ്വാലിഹത്തായ ഒരു സ്ത്രീ എന്നാ പറഞ്ഞത്. നല്ല ശുദ്ധമായി ഈമാനും ഇബാദത്തൊക്കെ ഉള്ള ഒരു സ്ത്രീ. അവര് ഒരു പൂച്ചയെ കെട്ടിയിട്ടു. അതിന്റെ പേര് നരകത്തിലേക്ക് പോകേണ്ടി വന്നു. എന്നാൽ മോശമാക്കപ്പെട്ട ഒരു സ്ത്രീ, ആ മോശത്തരം തന്നെ അതിൽ പറയുന്നുണ്ട്. ആ ഒരു സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു. സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞിട്ടില്ല, പോയി എന്ന് പറഞ്ഞിട്ടില്ല, പാപങ്ങൾ പുറത്തു കൊടുത്തു. അതുവരേക്കുള്ള പാപം പുറത്തു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെന്തുകൊണ്ടായിരിക്കും പറയുന്നത്? ഇത്രയും സ്വാലിഹത്തായ ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിട്ടപ്പോഴേക്കും നരകത്തിലേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ട്? മോശപ്പെട്ട ഒരു സ്ത്രീക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഒരു നായക്ക് വെള്ളം കൊടുത്തത് കാരണമാക്കിയത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അയൽവാസിയുമായി നമ്മളൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം തീരാത്തിടത്തോളം കാലം നിസ്കാരം അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഉയരില്ല എന്ന് പറയുന്നത്? ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം തീരാതെ അള്ളാഹുവിന്റെ അടുക്കൽ അനുജനും ജ്യേഷ്ഠനും രക്ഷപ്പെടൂല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മളൊരു ധാരണ, നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ആയാൽ നമ്മൾ രക്ഷപ്പെടുമെന്നാണ്. ഇപ്പോ ഓരോ പല സംഘടനക്കാരെ ഈ കൂട്ടത്തിലുണ്ടാകും. നിങ്ങൾക്ക് പല വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്ന ആൾക്കാർ അത് നോക്കിക്കോ. ഇനി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി റഫർ ചെയ്യുന്നവർ അത് നോക്കിക്കോ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി നോക്കുന്നവർ അവര് അതിന് റഫർ ചെയ്തോ. എല്ലാവരും ഈ വർത്താനെ പറയുന്നു. കാരണം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം എന്നാണ്. ഇത് നമ്മുടെ ജീവിത വിഷയമാണ്. നമ്മൾ ആളുകളെ സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും, നമ്മളിപ്പോ എങ്ങനെയാണ് പോയാൽ മതി, സഹായിക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ സത്യത്തിൽ നമ്മൾ മൂന്നാമത്തെ കോടതിയെ കുറിച്ചിട്ട് അത്ര ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ മിക്ക ആൾക്കാരും 5ാം ക്ലാസ്സോടുകൂടി മദ്രസ നിർത്തുന്ന ആൾക്കാരാണ്. അഷ്ഹദത്തു സഫുൽ ഖാമിസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിർത്തും. ഇനി ചിലപ്പോ ചില ആൾക്കാർ 7ാം ക്ലാസ് വരെ, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ 10ഉം 12ഉം ഒക്കെ പഠിക്കണം. പക്ഷെ നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകൾ കിതാബിയായ പഠനമോ അതിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളിലേക്കുള്ള ശോഭകളിലേക്കുള്ള പഠനങ്ങളോ ഇല്ല. അതറിയുന്ന ഉസ്താദുമാരാണ്. പിന്നെ നമ്മൾ എന്നും ഒരു വിദ്യാർത്ഥിയായി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം നമുക്ക് അത്ര മനസ്സിലായിട്ടില്ല സർ. അതുകൊണ്ട് ആളുകളോടുള്ള ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധം, ഭാര്യയോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം നമ്മൾ എത്ര വലിയ എന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആൾക്കാരാണ് വലിയ ഔലിയാക്കൾ. അതായാൽ പോലും സ്വന്തം മാതാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തിൽ കെലിമെല്ലാം പറ്റില്ല. എന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം അതാണ് നിങ്ങളോട് പറയുന്നത്. 1000 ഔലിയാക്കളെ കൂട്ടിയാലും ഒരു സഹാബിക്ക് തുല്യമാവുകയില്ല എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബിൽ എഴുതി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞ ഖുതുബാത്തുകൾ എഴുതി വെച്ചിട്ട് എങ്ങനെ 1000 ഔലിയാക്കളെ കൂട്ടിയാലും ഒരു സഹാബിക്ക് പകരമാകില്ല. കാരണം സഹാബാക്കൾ റസൂലുള്ളാഹിയുടെ കൂടെ ജീവിച്ചവരാണ്. ഇങ്ങനെയുള്ള സഹാബാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല. ഈ അൽഖമ റളിയല്ലാഹു തആല ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് കലിമ ചെല്ലാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു രംഗമുണ്ട്. ആരാണ് അൽഖമ റളിയല്ലാഹു തആല? സഹാബിയാണ്. പക്ഷേ ലാ ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹാബാക്കൾ കലിമ ഉണർത്തി കൊടുത്തു. അപ്പോഴും ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നില്ല. ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ആ ലാക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഞാൻ ചൊല്ലില്ല എന്നർത്ഥം, മറ്റൊന്നത് കിട്ടാത്തതിന്റെ ലാ. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കലിമ അറിയിച്ചു കൊടുത്തു. എന്നിട്ടും ചെല്ലാൻ പറ്റിയില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അൽക്കമയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടാവും? അപ്പൊ അൽക്കമയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വെച്ചപ്പോ ഒരാൾ പറഞ്ഞു, പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്, മാതാവ് ജീവിച്ചിരിപ്പുണ്ട്, മാതാവിനെ കൊണ്ടുവരുന്നു പറഞ്ഞു. അങ്ങനെ മാതാവ് വന്നു. മാതാവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പണ്ടൊക്കെ നിക്കാഹിന്റെ സദസ്സുകളിൽ പഴയ കാലത്ത് ഉലമാക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംസാരത്തിലൊക്കെ അത് പറയരുത്. നമുക്കൊന്നും കേൾക്കാൻ നേരില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ പോവാണല്ലോ. അപ്പൊ ഏതായിരുന്നാലും അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് വന്നിട്ട് മാതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ മകന് എന്തോ മാപ്പാക്കി കൊടുക്കാനുണ്ട്, നിങ്ങളും മകനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉടനെ തന്നെ മാതാവ് ആദ്യം പറഞ്ഞത്, അബുൽ ഹസൻ നദവി സാഹിബ് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കിതാബിൽ, ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ്, തെളിവുകൾ സഹിതം വെച്ചുകൊണ്ട്, എന്റെ മകൻ സഹാബിയാണ്, അതുകൊണ്ട് അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ആദ്യം ഒരു മാതാവിന്റെ തപം, ഒരു മാതാവിന്റെ ദുഃഖം. പക്ഷെ പിന്നെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ സത്യസന്ധമായി പറയണം, നിങ്ങളും നിങ്ങളുടെ മകനും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും. ആ സമയത്ത് ഉമ്മ പറഞ്ഞൊരു ചെറിയ പ്രയാസമുണ്ട്, അതൊരു വിഷയമായിട്ട് ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ എന്റെ മനസ്സിലൊരു ചെറിയ വിഷമുണ്ട്. കല്യാണം കഴിച്ചതിന് ശേഷം എന്നേക്കാൾ കൂടുതൽ അവന് സ്നേഹം അവന്റെ ഭാര്യയോടാണോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് എന്നോടുള്ള കടപ്പാടുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ഭാര്യയെ അവൻ ഇഷ്ടപ്പെട്ട് എനിക്ക് സമയം തരാതെ അവൻ ഭാര്യയുമായിട്ട് സല്ലപിച്ച് നടക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ഖിദ്മത്തിന് കൂടാതെ കിട്ടാതെ പോയോ എന്ന് തോന്നിയിട്ടുണ്ട്. ആ ഒറ്റ തോന്നൽ കാരണത്താൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പറഞ്ഞത്, സഹാബാക്കളെ നിങ്ങൾ വിറക് ശേഖരിക്കും, എല്ലാവരും വിറക് കൊണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രയോഗമാണ്, എല്ലാവരും വിറക് കൊണ്ടുവരും, നമുക്ക് അൽക്കമയെ ഇവിടെ ഇട്ട് കത്തിക്കാം. ഈ സ്ത്രീ കരയാൻ തുടങ്ങി, സ്വന്തം മാതാവാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ കരളൊരുക്കിയിട്ട് മാപ്പ് കൊടുക്കണം, കരളൊരുക്കിയിട്ട് മാപ്പ് കൊടുത്താൽ എന്റെ അല്ലാഹു അൽക്കമ റളിയല്ലാഹു തആല മാപ്പ് കൊടുത്തേക്കാം. അങ്ങനെ ആ പാവം സ്ത്രീ പോയിട്ട് മാപ്പ് കൊടുക്കുകയും ആ മാപ്പിന്റെ പേരിൽ ഉഗ്രമായി ഉന്നതമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ടാണ് അൽക്കമ റളിയല്ലാഹു തആല ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. അപ്പൊ അൽക്കമ റളിയല്ലാഹു തആലയുടെ അത്ര ഈമാൻ നമുക്ക് ആർക്കും ഉണ്ടാകില്ല. നമ്മൾ ഒരുപാട് ആൾക്കാരെ കുട്ടികളും ഉണ്ടാവില്ല. അൽക്കമ റളിയല്ലാഹു തആല ചെയ്തിട്ടുള്ള ഇബാദത്ത് നമ്മൾ ആരും ജീവിതത്തിൽ ചെയ്യൂല, അത്ര ഇബാദത്ത് ചെയ്താണ്. പക്ഷേ മൂന്നാമത്തെ കോടതിയിലേക്കുള്ള തയ്യാറെടുപ്പിൽ ഒരു ചെറിയ വിഘ്നം വന്നു. മൂന്നാമത്തെ കോടതി കയറാൻ, അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ കാര്യം മിസ്സിംഗ് വന്നു. അതുകൊണ്ടാണ് അൽക്കമ റളിയല്ലാഹു തആല സംഭവിച്ചത് എന്ന് അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഇഹ്യായിൽ വിശദീകരിക്കുന്നു. ഞാൻ പറയുന്നത്, നമ്മൾ മൂന്നാമത്തെ കോടതിക്ക് വേണ്ടി തയ്യാറാകുന്നതിന്റെ പേരാണ് ഈ സംഭവം, ഈ കൂടൽ അതിനു വേണ്ടിയിട്ടാണ്. കാരണം ആദ്യത്തെ കോടതി അള്ളാഹുവിനോട് നേരിട്ട് ബന്ധമുള്ളതായതുകൊണ്ട് അള്ളാഹുവിന് പുറത്തു തരാം. രണ്ടാമത്തെ കോടതിയും ഇബാദത്തായതുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് കൊണ്ട് അള്ളാഹുവിന് അത് അഫുവാക്കി തരാം. പക്ഷെ മൂന്നാമത്തെ കോടതിയിൽ ആ വ്യക്തികൾ മാപ്പാക്കാതെ അള്ളാഹു മാപ്പാക്കി തരികയില്ല. മാതാവിനോട് ചെയ്ത പ്രശ്നം മാതാവ് മാപ്പാക്കി തരാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരികയില്ല. അയൽവാസിയോടുള്ള പ്രശ്നം അയൽവാസി മാപ്പാക്കി തരാതെ ഒരിക്കലും അള്ളാഹു മാപ്പാക്കി തരികയില്ല. നമ്മൾ കേൾക്കുന്നതാണ്. ആണോ അല്ലേ? നാളെ ഒരുപാട് ഇബാദത്തും കൊണ്ട്, ഒരു ഹദീസിൽ വരുന്നത് ഉഹുദ് മല പോലെ ഇബാദത്തും കൊണ്ട് പേറിയിട്ട് ആളുകൾ വരും. അവർ രക്ഷപ്പെടുമെന്ന് അവർക്കൊരു തോന്നലുണ്ടാകും, അത്ര ഇബാദത്ത് അവർ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആളുകളെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ അവിടെ ഇബാദത്തുകൾ മുഴുവൻ അവർക്കെടുത്ത് കൊടുക്കും. അവസാനം തീർന്ന് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കാനില്ലാതെ വരുമ്പോ ആ മനുഷ്യൻ ആകെ അന്തിച്ചു നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ പാപം എടുത്തിട്ട് ഇവനെടുത്ത് കൊടുക്കുന്ന വേറെ ഹദീസിൽ തുടക്കം തന്നെ, ആരാണ് ഏറ്റവും വലിയ പാപ്പരെന്ന് നിങ്ങൾക്കറിയുമോ? വിശ്വാസം ചോദിക്കാൻ, പാപ്പരായ മനുഷ്യൻ ആരാണ്? നാളെ മാഷറയുടെ വരാന്തയിൽ, മാഷറയുടെ ആ വൻസഭയിൽ ഏറ്റവും വലിയ പാപ്പരൻ ആരാണ്? ആ പറഞ്ഞ വാക്ക് ഇതാണ്. എന്ത്? ആളുകളെ കുറ്റപ്പെടുത്തി, ആളുകളോട് മോശമായി പെരുമാറി, അതിന്റെ പേരിൽ ഇവന്റെ ഇബാദത്തുകളൊക്കെ എടുത്തു കൊടുക്കുന്നു. മാത്രമല്ല അയാളുടെ പാപം കൊടുക്കാൻ, പിന്നെ ഇബാദത്ത് ഇല്ലാതെ വരുമ്പോ അയാളുടെ പാപം എടുത്തു വെക്കുന്ന. അതുകൊണ്ട് മൂന്നാമത്തെ കോടതി അതിശക്തമാണ്. നമ്മൾ ആർക്കെങ്കിലും സഹായങ്ങൾ ചെയ്യുമ്പോ, നമ്മുടെ അയൽവാസികൾക്ക് നല്ലൊരു കാര്യം ചെയ്യുമ്പോ, നമ്മുടെ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോ നമ്മൾ വിചാരിക്കരുത് ഔദാര്യമാണ്. നാളെ അള്ളാഹുവിന്റെ ഏറ്റവും ഭീകരമായ കോടതിയിൽ നിന്ന്
രക്ഷപ്പെടാനുള്ള നമ്മുടെ കർമ്മത്തിന്റെ പേര്. അത് നിസ്കാരത്തിന് അതിന് പകരം വെക്കാൻ കഴിയില്ല, നോമ്പിന് അതിന്റെ പകരം നിൽക്കാൻ കഴിയില്ല. കാരണം ആ കോടതി വേറെയാണ്, അവിടെയുള്ള ചോദ്യം വേറെയാണ്. നീ എനിക്ക് വേണ്ടി അത് ചെയ്തോ എന്നല്ല, പക്ഷേ സമൂഹത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ഉത്തരം പറയും. അവിടെ നമ്മുടെ മുൻഗാമികളെ മുഴുവനും എടുത്തു നോക്കും, മുൻഗാമികളെ മുഴുവനും എടുത്തു നോക്കും. സമൂഹത്തിന് വേണ്ടി ഇവിടെ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, പക്ഷെ വ്യക്തികളെ പറയാമല്ലോ. നമ്മുടെ കേരളത്തിൽ ഏകദേശം 14,000 മദ്രസകളുണ്ട്, 14,000-ലേറെ മദ്രസകൾ. ആ മദ്രസയിൽ രാവിലെ മുതൽ ആളുകൾ ഫാത്തിഹ ഓതുന്നു. കുട്ടികൾ പാവം കുഞ്ഞിക്കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥന തുടങ്ങാണ്. അവസാന സലാത്ത് ചൊല്ലി പിരിയുന്നു. വ്യത്യസ്ത സംഘടനക്കാർക്കായിട്ട് 14,000-ലേറെ മദ്രസകൾ. ആ മദ്രസകളിൽ രണ്ടാമത് തുടങ്ങിയത് താന്നൂരിലാണ്. ഞാൻ താന്നൂരിലെ മദ്രസയിൽ കുറച്ച് കാലം മുമ്പ് പോയപ്പോ നമ്പർ 2 എങ്കിൽ നമ്പർ 2. പക്ഷേ ഈ 14,000 മദ്രസകൾ മൊത്തത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും അവിടെ ഫുൾ ക്ലാസുകൾ, കാര്യങ്ങൾ, എല്ലാ സംഘടനക്കാരും അത് എന്തെന്നൊക്കെ പോട്ടെ. പക്ഷെ അതിന്റെ തുടക്കക്കാരനാര്? കേരള ചരിത്രം ഒന്ന് വായിച്ചു നോക്കി. അഥവാ ഓത്തുപള്ളിയിൽ നിന്ന് മദ്രസ എന്ന് പറയുന്ന സംഭവം തുടങ്ങാൻ ഒരുപാട് ആളുകൾ മുമ്പിൽ നിന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ വ്യക്തി ആരാന്ന് വെച്ചാൽ ബാഫക്കി തങ്ങളാണ്. ചരിത്രം പഠിക്കും നമ്മൾ കേരളത്തിന്റെ. ബാഫക്കി തങ്ങളാണ് മദ്രസ പ്രസ്ഥാനത്തിൽ ഇത്രയും വലിയ. അപ്പോ ഈ 14,000 മദ്രസകളിൽ ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ എന്നും ഓതുന്ന ഫാത്തിഹയുടെ ഒരു പ്രതിഫലം പോകുന്നത് പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്കാണ്. അങ്ങനെ നമ്മൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി അതാണ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? ചില വ്യക്തികൾ അങ്ങനെ കുറെ ചെയ്തു, ചില വ്യക്തികൾ വേറെ രീതിയിൽ ചെയ്തു, ചില വ്യക്തികൾ വേറെ രീതിയിൽ ചെയ്തു. ഇവിടെ പള്ളിയൊന്നും കയറ്റാൻ പറ്റാത്ത സമയത്ത് പള്ളിക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ, ഇവിടെ എങ്ങനെങ്കിലും പള്ളികൾ വരാൻ, അതിനുവേണ്ടി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം, പേര് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയ ക്ലാസ് ആണെന്ന് തോന്നിപ്പോയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സംഭവം CH മുഹമ്മദ് കോയ സാഹിബാണ്. അദ്ദേഹമാണ് നിയമസഭയിൽ നിയമം കൊണ്ടുവന്നിട്ട് ഈ പള്ളിയൊക്കെ ഇത്ര എളുപ്പത്തിലാക്കിച്ചത്. ഉത്തരേന്ത്യയിൽ നിന്നൊരു പണ്ഡിതൻ വന്നിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് ഞാനായിരുന്നു എന്റെ തർജ്ജമക്കാരൻ. അദ്ദേഹം ഉറുദുവിൽ സംസാരിക്കാൻ. അപ്പൊ CH മുഹമ്മദ് കോയ സാഹിബ് നേഫർമായ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിന് പകരം പിന്നെ CH റഹ്മത്തുള്ളാഹി അലൈഹി നേഫർമായ എന്ന് പറഞ്ഞു. ഞാനത് തർജ്ജമ ചെയ്തില്ല. കാരണം CH റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ആരും വിളിച്ചിട്ടില്ല. പിന്നെ നമ്മളായിട്ട് വിളിക്കാൻ നിൽക്കണ്ടല്ലോ. പക്ഷെ അദ്ദേഹം എന്നോട് നിങ്ങൾ എന്താ അത് പറയാത്തതെന്ന് ചോദിച്ചു. ബോലോ ബോലോ റഹ്മത്തുള്ളാഹി അലൈഹി ബോലോ, റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട്. ഞാൻ ആ കായറാനെ ഞാൻ പിന്നെ മുമ്പരോട് പറഞ്ഞ എന്താണെന്നറിയാം. എന്ത് പറഞ്ഞു? ഞാൻ അദ്ദേഹത്തോട് പറയുന്ന ശാസ്ത്രനോട് പറഞ്ഞ് CH റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു, ഇദ്ദേഹം ഇതാ പറഞ്ഞിരിക്കുന്നു എന്നാണ്. അതിപ്പോ നമുക്ക് തർജ്ജമയിൽ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിലെ വിവാദവും. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ സീക്രട്ട് പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞ നിങ്ങളെപ്പോലെയുള്ള കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണത്തിന്റെ, സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ, അതേപോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, സ്കൂളുകളും കൊണ്ടുവന്നതിന്റെ ഒക്കെ അധിപനാണ് ഇദ്ദേഹം എന്നാണ് നിങ്ങളുടെ വിശ്വാസം. പക്ഷെ ഞങ്ങളെപ്പോലെ കുറേശ്ശെ മതം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം, ഈ കേരളക്കരയിൽ ഒരു കാലത്ത് പള്ളി കയറ്റാൻ വലിയ പ്രയാസം വന്നപ്പോ അതിന് പല ആൾക്കാരും, രാഷ്ട്രീയം പറഞ്ഞില്ലേ, പല ആൾക്കാരും അതിന് തടസ്സം നിന്നപ്പോ നിയമസഭയിൽ ഉഗ്രമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ആ നിയമം പാസാക്കിയെടുത്ത് ഇവിടെ ഇത്രയും ആയിരക്കണക്കിന് പള്ളികളിൽ നിന്ന് ആളുകൾ നിസ്കരിക്കുന്നതിന്റെ ഒരു പ്രതിഫലം ആ പാവത്തിന് പോകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ പറയുന്നത് ഓരോ ആൾക്കാർ ഓരോന്ന് ചെയ്തു. പല ആൾക്കാരും, പല രാഷ്ട്രീയത്തിലുള്ളവർ, പല രീതിയിലുള്ളവർ, പല മത പിന്നെ സംഘടനയിലുള്ളവർ, അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കാൻ. നമ്മൾ എന്ത് ചെയ്തു എന്നതാണ്. നമ്മൾ എന്ത് ചെയ്തു എന്ന് ചെയ്തതിൽ ചില ആൾക്കാർ ജനിക്കുന്നു, എന്നിട്ട് കുറച്ചു കാലം ഇങ്ങനെ നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിൽ പോകുന്നു, അപ്പൊ കുറച്ചൊക്കെ പഠിച്ചിട്ട് ഗൾഫ് പോകുന്നു, ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, കുറെ ജോലി ചെയ്യുന്നു, ജോലി ചെയ്തിട്ട് കുറച്ച് പൈസ അയക്കുന്നു, ആ പൈസ കൊണ്ട് ഒരു പറമ്പ് വാങ്ങിക്കുന്നു, അതിലൊരു വീട് വെക്കുന്നു, എന്നിട്ട് അയാൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നു, എന്നിട്ട് മക്കളെ ഗൾഫിലേക്ക് പറഞ്ഞയക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ മരിച്ചു. അടുത്ത ആള് വരുന്നു, പറമ്പ് വാങ്ങുന്നു, വീട് വെക്കുന്നു, മരിച്ചു. പിന്നത്തെ ആള് വരുന്നു, പറമ്പ് വാങ്ങുന്നു, വീട് വെക്കുന്നു, മരിച്ചു. ഇങ്ങനെ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതെന്ത് ജീവിതം? അവര് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ പറയാം. സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? പക്ഷേ ചില ആൾക്കാരുണ്ട്, അവരുടെ ജീവിതത്തെ ചിട്ടയായി ചിട്ടപ്പെടുത്തും. എന്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തേ പറ്റൂ, എന്റെ വീടിന് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തേ പറ്റൂ, എന്റെ സ്വന്തത്തിന് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തേ പറ്റൂ. അങ്ങനെ സ്വന്തത്തിന് ചെയ്യണം. സ്വന്തത്തിന് ചെയ്യേണ്ട, ഉദാഹരണത്തിന് വ്യായാമം നമ്മൾ സ്വന്തത്തിന് ചെയ്യേണ്ടതാണ്, വിശ്രമം നമ്മൾ സ്വന്തത്തിന് ചെയ്യേണ്ടതാണ്.
ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇറാനിൽ നിന്ന് വന്നപ്പോ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉച്ചയുടെ സമയത്ത് കിടന്നുറങ്ങാണ്. ദുഹറിന് തൊട്ട് മുമ്പുള്ള കൈലുലത്തിന്റെ ഉറക്കാണ്. ആ സമയത്ത് ഇവർ കുറെ നേരം കാത്തു നിന്നു. അരമണിക്കൂറായപ്പോ അരമണിക്കൂറായ സമയത്ത് അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഇത്രയും രാജ്യങ്ങൾ എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ് എന്നാണ്. 20 ഭൗതിക രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു ആത്മലോകമായി ഭരിച്ച ചക്രവർത്തിയാണ് വെല്ലിപ്പ തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ ഭരണം മുഴുവനാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. അതുകൊണ്ട് ഇത്രയും രാജ്യങ്ങൾ ഭരിക്കേണ്ട ആളാണ് ഉച്ചക്ക് കിടന്നുറങ്ങുന്നതെന്ന് ഒരാൾ ചോദിച്ചു. എഴുന്നേറ്റ് വന്നപ്പോ ഈ അഭിപ്രായം അദ്ദേഹത്തോടും പറഞ്ഞു. നിങ്ങൾ ഇത്രയും രാജ്യങ്ങളൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉച്ചക്കര മണിക്കൂർ കിടക്കുകയോ എന്ന് ചോദിച്ച പറഞ്ഞതെന്താ? എനിക്ക് അള്ളാഹുവിനോട് കടപ്പാടുണ്ട്, എനിക്ക് സമൂഹത്തോട് കടപ്പാടുണ്ട്, എനിക്ക് ഈ രാജ്യങ്ങളോട് കടപ്പാടുണ്ട്, ഇവിടുത്തെ ജനതയോട് കടപ്പാടുണ്ട്, എനിക്കെന്റെ ഈ തടിയോടും കടപ്പാടുണ്ട്, എനിക്കെന്റെ ഈ തടിയോടും കടപ്പാടുണ്ട്. അതുകൊണ്ട് തടി മറന്നുകൊണ്ട് പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെന്ന വ്യക്തി, അതാ നമ്മളെന്ന തടിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, നമ്മളെന്ന കുടുംബത്തിന്, നമ്മളടങ്ങുന്ന കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, ആ കുടുംബം കഴിഞ്ഞാൽ പിന്നെ സമൂഹമാണുള്ളത്, ആ സമൂഹത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നുള്ളത് ഏതാണ്? ഏറ്റവും ഒന്നാം സ്ഥാനത്ത് വെക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഈ 4 നമുക്ക് ചെയ്യാനുള്ളൂ. 4 സാധനം. അള്ളാഹ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ബാക്കിയൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. സ്വന്തത്തിന് വേണ്ടി ഞാൻ എത്രത്തോളം പഠിക്കണം, ഞാൻ എത്രത്തോളം കാര്യം മനസ്സിലാക്കണം, എത്രത്തോളം വിശാലത എനിക്ക് വേണം, എത്രത്തോളം ക്ഷമ എനിക്ക് വേണം, ആളുകളോട് പെരുമാറുമ്പോൾ എത്രത്തോളം ദയയും കാരുണ്യം എനിക്ക് വേണം, നല്ല സ്വഭാവം എനിക്ക് വേണം. ഇതൊക്കെ വ്യക്തിനിഷ്ഠമാണ്. അത് ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ നടക്കൂല. അത് നമ്മുടെ വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ആളോട് ചൂടാകാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോ പെട്ടെന്ന് എടുത്തുചാടാൻ പാടില്ല. ഇതൊക്കെ വ്യക്തിപരമാണ്, കുടുംബപരമല്ല, സമൂഹപരമല്ല. അപ്പൊ വ്യക്തിശുദ്ധി വരുത്തണം. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വഴികളുണ്ടാകും. നല്ല ഉലമാക്കളെ കണ്ടെത്തണം. നല്ല ദിക്റിലൂടെയാണോ നിങ്ങൾക്കത് കിട്ടുന്നത്? ആവാം. ബുക്റത്തൻ വാസീല എന്ന് ഖുർആനിൽ പറഞ്ഞ രാവിലെ വൈകുന്നേരം ദിക്റെല്ലാം വേണ്ടിയിട്ട്. അപ്പൊ ദിക്ർ ചെല്ലുന്നവർ നമ്മൾ എന്താക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇങ്ങനെ ദിക്റിട്ട് നടക്കണം എന്ന് പറയണ്ട. കാരണം അതിലൂടെയാണോ ഒരാൾക്ക് വ്യക്തിശുദ്ധി കിട്ടുന്നത്? അതിലൂടെ പോകണം. ചില ആൾക്കാർക്ക് ദേവത്തിലൂടെ ആയിരിക്കും കിട്ടുക. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് പ്രബോധനം ചെയ്യുന്ന സമയത്തായിരിക്കും വ്യക്തിശുദ്ധി കിട്ടുക. തെസ്കിയത്ത് എന്നാണ് ഇതിന് പറയാ. അതിനുള്ള അവനവന്റെ പണികൾ അവനെ എടുത്തുകൊണ്ടിരിക്കണം. ചിലർക്ക് ഒന്നാകെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മതപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും, നിസ്കരിക്കുമ്പോഴായിരിക്കും, തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴായിരിക്കും. അതൊക്കെ വ്യക്തിശുദ്ധിയാണ്. അള്ളാഹുവോടുള്ള ബന്ധം കൂടി, അത് രണ്ടും കൂടി ഒന്നാണ്. അള്ളാഹുവോടുള്ള ബന്ധം കൂടിയാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ കർമ്മമാണ്. പക്ഷേ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു? ഇതിപ്പോ ഒരു കുടുംബ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. തന്റെ ഭാര്യയോട്, തന്റെ മക്കളോട് ഏത് രീതിയിൽ വർത്തിക്കുന്നു, അതാണ് കുടുംബം. തന്റെ മാതാവിനോട്, തന്റെ പിതാവിനോട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിട പറഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവ്. അപ്പൊ ഇതിന്നിട്ട് അങ്ങനെ കരയാണ്, കൊച്ചുകുട്ടികളെ പോലെ. ശിഷ്യന്മാർ വന്നിട്ട് ചോദിച്ചു, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയോട്, നിങ്ങളല്ലേ പറഞ്ഞത് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ എത്ര കരയരുത് എന്ന്, എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ പിതാവ് മരിച്ചപ്പോ എത്ര കരയുന്നത്? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എന്താ മറുപടി പറഞ്ഞത്? ഞാൻ എന്റെ പിതാവ് മരിച്ചത് കൊണ്ടല്ല കരയുന്നത്, എന്റെ പിതാവ് മരിച്ചതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. എന്റെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ് എന്റെ പിതാവ്. കാരണം ഒരാള് സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ മാതാവിന്റെ കാലിഞ്ചുവട്ടിലാണ് സ്വർഗം. പക്ഷെ ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വാതിൽ അത് പിതാവാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എന്റെ അള്ളാഹു ആ വാതിൽ ഊരി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അതിലൂടെ കടക്കാൻ പറ്റൂലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ, ഇനി അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇനി അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് നടക്കാൻ കഴിയില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ കരയാണ്. അല്ലാതെ എന്റെ ഉപ്പ വഫാത്തായതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്. അപ്പൊ നമ്മൾ മാതാപിതാക്കളെ എങ്ങനെയാ നോക്കുന്നത്? മാതാവിനെ സങ്കടപ്പെടുത്തിയാൽ, ഇപ്പൊ ഇതൊരു ആളുകളെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സദസ്സാണ്. നല്ല നിയ്യത്തോടു കൂടി ചെയ്താൽ ഇതിന്റെ അത്ര പ്രതിഫലം വേറെ ഒന്നിനും കിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഇബ്നു അബ്ബാസ് സഹീഹായ ഹദീസിൽ വരുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തന്നെയാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കാണ് റമളാന്റെ അവസാനത്തെ പത്തില്. അതും എവിടെ? മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം, 5-ാമത്തെ 6-ാമത്തെ ദിവസം ഒന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നു. അതിലൊരു സഹാബി ചോദിച്ചു, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ അവസാനത്തെ 10 മൊത്തത്തിൽ ഇഅ്തികാഫ് ഇരിക്കണമെന്ന്, നിങ്ങൾ അതിലെടുക്കാൻ പോയേന്ന് ചോദിച്ചു.
അപ്പൊ പറഞ്ഞു അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ബാസ്, നീ ഒരു മനുഷ്യന്റെ ഭൗതികപരമായ കാര്യം എന്താണ് വീടെടുക്കല് അല്ലെങ്കിൽ ചികിത്സതൊക്കെ തന്നെ ഭൗതികപരമായ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് അത് പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും, കാരണം നിന്നെ കൊണ്ട് പൂർത്തിയാക്കാൻ ചിലപ്പോൾ കഴിയില്ല, പൂർത്തിയാക്കിയാലും ഇല്ലെങ്കിലും ഈ മസ്ജിദുൻ നബവിയിൽ 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ളതാണ് അത് എന്ന് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല. ആളുകളെ സേവിക്കുക എന്നത്, മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുക എന്നത് ഇത്ര പ്രതിഫലമുള്ളതാണ്. ഇത് സഹീഹായ ഹദീസാണ്. വേറെ 10 വർഷം എന്നുള്ളത് 20 വർഷം എന്ന് പറയുന്ന ഹദീസുണ്ട്, 25 വർഷം എന്ന് പറഞ്ഞ വ്യക്തമായ ഹദീസിൽ 10 വർഷം കൂട്ടിക്കോറി. മസ്ജിദ് നബവി പോയിട്ട് ആർക്കെങ്കിലും 10 കൊല്ലം ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിന്റെ പ്രതിഫലം പോലത്തെ പ്രതിഫലം കിട്ടും. എങ്ങനെ? ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ, ഒരു പാവപ്പെട്ട മനുഷ്യൻ. അപ്പൊ ഈ സാമൂഹ്യ പ്രവർത്തനത്തിന്, രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങിയിട്ട് അത് ഇഖ്ലാസോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇഖ്ലാസോട് കൂടിയിട്ട് ചെയ്യണം. അറബിയിലെ എല്ലാ വാക്കുകൾക്കും വ്യാഖ്യാനങ്ങളുണ്ട്. 1,31,00,000 പദങ്ങളുള്ള ഭാഷയാണ് അറബി. ഇംഗ്ലീഷിൽ ആകെ 6 ലക്ഷം പദങ്ങളേ ഉള്ളൂ. 1,31,00,000 പദങ്ങളുണ്ട് അറബിയിൽ. അബുൽ ഹസൻ നബി സാഹിബ് അൽ അറബിയ എന്ന കിതാബിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ വാക്കിനും വിശദീകരണങ്ങളുണ്ട്. വെറുതെ ഉപയോഗിക്കാൻ പറ്റൂല. ഇപ്പൊ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? തർബിയത്ത് ശൈഅൻ ഫശൈഅൻ ഇലാ കമാലിഹി എന്നാണ്. എന്ന് വെച്ചാൽ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു വസ്തു അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അത് കാലാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് അത് മറ്റൊരു വസ്തുവായി മാറി പിന്നീടും അത് കാലാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അത് ധൂളി ധൂളിയായി പ്രപഞ്ചത്തിൽ ലയിച്ച് ഇല്ലാതെയായി തീരുന്നത് വരെ അതിനെ സൂക്ഷ്മമായി കാണുന്നവനും പരിപാലിക്കുന്നവനും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും അതിന്റെ സഞ്ചാരപഥം തീർക്കുന്നവനും അതിന്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ ക്രമീകരിക്കുന്നതും അതിനെ അവസാനിപ്പിക്കുന്നതും ഇല്ലായ്മ ചെയ്യുന്നത് വരെ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് റബ്ബ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ റബ്ബ് എന്ന് പറഞ്ഞാൽ കേവല പരിപാലകൻ എന്നല്ല. ഇതേപോലെ ഇഖ്ലാസ് എന്ന് പറഞ്ഞതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. അൽ ഇഖ്ലാസു സിർറുൻ ബൈനല്ലാഹി വബൈനൽ അബ്ദ് ലാ യഅലമുഹു മലകുൻ ഫയക്തുബുഹു വലാ ശൈത്താനുൻ ഫയുദില്ലുഹു വലാ ഹവാ ഫയഫ്സുദുഹു എന്നാണ് ഇഖ്ലാസിന്റെ താരീഫ്. അതാണ് എന്ന് വെച്ചാൽ അൽ ഇഖ്ലാസു സിർറുൻ, ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമാണ്. അതീവ രഹസ്യം. സിർറ് എന്നുള്ള വാക്കന്നെ ജിസ്മു ഖൽബ് റൂഹ് സിർറാണ്. ഇതിപ്പോ അങ്ങനത്തെ ഒരു ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ ശരീരമുണ്ട്, അതിനുള്ളിൽ കൽബുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു റൂഹുണ്ട്, നമുക്ക് അറിയാത്ത അതിന്റെയും അപ്പുറത്തുള്ള ഒരു സംഭവത്തിനാണ് എന്തെന്ന് പറയാം? സിർറ് എന്ന് പറയാം. അതീവ രഹസ്യം. അതീവ രഹസ്യം. പണ്ടുള്ള ഉലമാക്കൾ അതിന് ശരീഅ, തരീഖ, ഹഖീഖ, മഅരിഫ എന്ന് പറഞ്ഞേ. അതിന്റെ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത്ര സജീവമായ രഹസ്യം ആ സിർറുണ്ടല്ലോ, അതീവ രഹസ്യം. ആര് തമ്മിൽ? ബൈനല്ലാഹി വബൈനൽ അബ്ദ്, അല്ലാഹുവിനും അവന്റെ അടിമക്കും ഇടക്കുള്ള ഉന്നതമായ ഒരു രഹസ്യത്തിന്റെ പേരാണ് ഇഖ്ലാസ്. ലാ യഅലമുഹു മലകുൻ, അതൊരു മലക്കിനും അറിയുകയില്ല. അതിന്റെ ഗൗരവങ്ങൾ ആലോചിക്കണം. ലാ യഅലമുഹു മലകുൻ, ഒരു മലക്കിനും അറിയില്ല അതെത്ര ഇഖ്ലാസോട് കൂടിയാണ് ചെയ്തത് എന്ന്. ലാ യഅലമുഹു മലകുൻ ഫയക്തുബുഹു, അഥവാ മലക്ക് അത് അറിയാണെങ്കിൽ അത് എഴുതി വെക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നേ മലക്ക് അതൊക്കെ എഴുതിയേക്കൂല. മലക്ക് ഈ പ്രവൃത്തി ചെയ്തു എഴുതിയേക്കും. പക്ഷെ ഇഖ്ലാസ് ആരുമായിട്ടാ ബന്ധം? അള്ളാനായിട്ടാണ് ബന്ധം. മലക്ക് ഇതൊക്കെ എഴുതിയേക്കും, ഇന്നാൾ ഇന്നത് ചെയ്തിക്കണമെന്ന്. പക്ഷെ അത് ഇഖ്ലാസോട് കൂടിയാണോ, എത്ര ആഴത്തിലുണ്ടായിരുന്ന ഇഖ്ലാസ്, അത് ആർക്കും അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ലാ യഅലമുഹു മലകുൻ ഫയക്തുബു വലാ ശൈത്താനുൻ, ശൈത്താൻ അറിയുകയില്ല. ശൈത്താനും അറിയില്ല, അവൻ ചെയ്തിക്കണമെന്ന് അറിയാം, എത്ര ഇഖ്ലാസിലാന്ന് അറിയില്ല. വലാ ശൈത്താനുൻ, ശൈത്താനെ ഫയുദില്ലുഹു, അഥവാ ശൈത്താൻ അത് അറിഞ്ഞാൽ അവൻ തന്നെ അതിനെ വഴിവെപ്പിക്കും. വലാ ഹവാ, സ്വന്തം ദേഹത്തിനും അറിയില്ല, അഥവാ അറിഞ്ഞാലോ ഫയഫ്സുദുഹു, ശരീരം തന്നെ അതിനെ ഫസാദാക്കി കളയും. എന്ന് വെച്ചാൽ നമ്മളൊരു യത്തീം കുട്ടിനെ വളർത്തി വലുതാക്കി അവനൊരു 10-30 വയസ്സായി, അവന് പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യാതായി. അവനെ വളർത്തിയത് നമ്മള്, അവനെ പഠിപ്പിച്ചത് നമ്മള്, അവന് ഭക്ഷണം കൊടുത്ത് നമ്മള്, അവന് വസ്ത്രം കൊടുത്ത് നമ്മള്. എന്നിട്ട് 30 വയസ്സായി നമ്മളെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോ നമ്മളൊരാളോട് പറയാണ്, അവന്റെ പോക്കണ്ടില്ലേ, അവന്റെ 30 കൊല്ലം വരെ ഞാനതൊക്കെ ചെയ്തു കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ ഇഖ്ലാസ് തോന്നും. അത്ര ഗൗരവമുള്ള കാര്യമാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസോട് കൂടി നമ്മള് വളരെ ബലഹീനരാണ്, അത്ര വലിയ ടോപ്പിക്ക് പോലെ നമുക്ക് പറ്റില്ല. പക്ഷേ ചെയ്തത് വിളിച്ചു പറയാത്തിടത്തോളം കാലം നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ അള്ളാഹുവാണ് സന്തോഷപ്പെടേണ്ടത്. അതാർക്കും കൊടുത്താൽ അള്ളാഹു സന്തോഷപ്പെടും. ആർക്കും കൊടുത്താൽ
അത് മുസൽമാനെ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. അത് നമുക്ക് ദീന് വിശാലമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. കാരണം അള്ളാഹു റഹ്മാനാണ്. അള്ളാഹു റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും എല്ലാവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നവനാണ്. പണ്ടത്തെ ഉലമാക്കൾ അങ്ങനെ നമുക്ക് അർത്ഥം വെച്ച് തന്നിരുന്നു. ഇപ്പൊ പിന്നെ പരമകാരുണ്യവനും ദയാവരനും അതിലും ചുരുക്കിയിട്ട് കരുണാനിധിയും കരുണാകരനും എന്ന് പറഞ്ഞാണ് നമ്മൾ എന്താക്കുന്നത് പോകുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി. അതല്ലാതെ അളവറ്റ ദയാപരനും കരുണാവാരുതിയും എന്ന അർത്ഥം കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതിന്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണ്? റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നവൻ. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും വായു കിട്ടുന്നത്, എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നത്, എല്ലാവർക്കും സഹായം കിട്ടുന്നത്. വേറെ ഹദീസിൽ വരുന്നത് ഞാനും നീയും തമ്മിലൊരു കരാറുണ്ട്. നീ എന്നെ ആരാധിക്കുക എന്നതും ഞാൻ നിനക്കുള്ളതെല്ലാം ചെയ്തു തരിക എന്നതുമാണ്. പക്ഷെ നീ എന്നോടുള്ള കരാറ് തീർത്തില്ലെങ്കിലും അതിൽ നീ ലംഘിച്ചാലും ഞാൻ പറഞ്ഞത് വാക്കുപാലിക്കാത്തവനാണ് ഞാൻ. അതുകൊണ്ട് നിനക്കുള്ളത് ഞാൻ ചെയ്തു തരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരെയും സഹായിക്കും. അപ്പൊ എല്ലാ മനുഷ്യരെ സഹായിക്കുമ്പോൾ റഹ്മാൻ എന്ന സിഫത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതൊരു പക്കാ ദീനി ക്ലാസ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഫോണിൽ ഉലമാക്കൾ പറഞ്ഞിരുന്നു. റഹ്മാൻ എന്ന സിഫത്ത് നമുക്ക് തിരിയണം, എല്ലാരെയും സഹായിക്കണം. കാരണം എല്ലാരെയും സഹായിക്കലാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. അപ്പൊ എല്ലാവരെയും സഹായിക്കുമ്പോൾ അവരുടെ വേദനകൾ, ആ വേദനകൾ ഇങ്ങനെ അറിയാം. ആ വേദനയോട് കൂടിയിട്ട് ഒരു കരച്ചിലുണ്ട്. ആ കരച്ചില് അത് ഏത് മനുഷ്യരിലേക്ക് പോയാൽ, നമ്മൾ നൈജീരിയയിലൊക്കെ പോകുമ്പോ, ആഫ്രിക്കയിലൊക്കെ പോകുമ്പോ, കാമറൂൺ, ചാഡ്, ചിലി, അതേപോലെ തന്നെ അപ്പുറത്ത് ബെനിൻ, ഇപ്പുറത്ത് നൈജർ, അപ്പുറത്ത് നൈജീരിയ, കുറച്ച് ഇങ്ങോട്ടത്തിലെ സോമാലിയ, ഇപ്പുറത്ത് എത്യോപ്യ, അവിടെയൊക്കെ പോയാൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട കുട്ടികളെ കാണാൻ പറ്റും. ഏത് ജാതിയാണെന്ന് നമ്മൾ ചോദിക്കാറില്ല. ആ പാവങ്ങൾ വന്നിട്ട് കൈനീട്ടും. അവര് നല്ല ഇസ്സത്തുള്ളവരാണ്. കാരണം ഒന്നും പൊക്കൂല, ഒന്നും കളവൊന്നും നടത്തൂല. പക്ഷെ അവര് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരുമോ എന്ന് ചോദിക്കും. ആ സമയത്ത് ഒരു ബിസ്ക്കറ്റ് കൊടുത്താൽ പോലും അവർക്ക് വലിയ സന്തോഷമാണ്. ഒരു ബിസ്ക്കറ്റ്. 7 ദിവസം 8 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്ത കറുത്ത കുഞ്ഞുങ്ങളെ നമ്മൾ കാണും. മെലിഞ്ഞൊട്ടിയ കുട്ടികൾ. നിങ്ങൾ ചിലപ്പോൾ വാട്സാപ്പിൽ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാ പറഞ്ഞേ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്റെ പടച്ചോൻ ഇവർ എങ്ങനെ ആക്കി? അങ്ങനെ ആക്കിയതല്ല. 700 കോടി ജനങ്ങളെ ആകെ ഈ ലോകത്തിലുള്ളൂ. 1400 2100 ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് അന്നങ്ങോട്ട് ഇറക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ പോലെയുള്ള ആളുകളുടെ അഹമ്മദിയാണ് അവർക്ക് ഭക്ഷണം കിട്ടാത്തതിന്റെ കാരണം. വീതിക്കുന്നവരുടെ പ്രശ്നമാണ്. അവിടെ പോയിട്ട് ഓരോ രാജ്യങ്ങള്, ഫ്രാൻസ് പോലെ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ പോയിട്ട് കൈ കടത്തിയിട്ട് ആ പാവങ്ങളെ പട്ടിണിയാക്കിക്കൊണ്ടിരിക്കാം. 28 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുത്തു. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒന്നല്ല, മൊത്തത്തിൽ മുസ്ലിം കോൺഫറൻസ്. അവിടെ അത് അറിയുള്ളൂ, വിഭാഗം അവർക്ക് അറിയില്ല. മുസ്ലിം കോൺഫറൻസിൽ പങ്കെടുത്ത് അതില് ഏറ്റവും മെയിനായി സംസാരിക്കാൻ വന്ന ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ആലിമുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് സൗത്ത് ആഫ്രിക്കക്കാര് അവിടെ ആട്, ഇവിടെ കോഴി, ഇവിടെ മീന് എല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ച്. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭാഷ അറിയില്ല. ഈ പാവം ആലിമിന് ഉറുദു, അറബി അറിയുള്ളൂ. അദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയില്ല. അദ്ദേഹം അറബി സംസാരിക്കുന്നത് അവർ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാം. ഇപ്പൊ ഇംഗ്ലീഷുകാരായ ആൾക്കാർ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, മൗലാനോട് ഇത് കഴിക്കാൻ പറയുന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് പറഞ്ഞു, മൗലാന ഞങ്ങളോട് ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അവിടെ ആടും കോഴി ഇതൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുടനെ തന്നെ മൂപ്പര് പറഞ്ഞു, അമ്മാരാക്കാനാണ് ഞാൻ ഏതാണോ ഭക്ഷണം കഴിക്കുന്നത്, ഇതാണ് എന്റെ ഭക്ഷണം. നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരുടെ ഭക്ഷണം കൂടി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നോട് കഴിക്കാൻ പറയരുത്. അത് ഉൽമാണ്. കാരണം ഇത് ഏതൊക്കെയോ ആൾക്കാരുടെ ഭക്ഷണമാണ്. നമ്മൾ ആരെങ്കിലും കേൾക്കുമ്പോൾ ആലോചിക്കണം. നമ്മൾ കല്യാണത്തിന് പോകുമ്പോ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോ ഒറ്റ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആലോചിക്കാറുണ്ട്. വെറുതെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. വെറുതെ ഒന്നൊരു പ്രാക്ടീസ്. ചിലപ്പോ ഇവിടെ കുട്ട ഇരിക്കുന്നുണ്ടാവും, അവിടെ ചിക്കൻ ഇരിക്കുന്നുണ്ടാവും, ഇവിടെ മറ്റേത് ആട് ഇരിക്കുന്നുണ്ടാവും, ഇവിടെ മീൻ ഇരിക്കുന്നുണ്ടാവും. ഒന്നും മാത്രം എടുത്തൊന്ന് കഴിച്ചു നോക്കി. അപ്പൊ ഒരു രുചി കിട്ടാൻ മനസ്സിൽ ഇതായിരിക്കണം, പഠിച്ചോനെ ഇതൊക്കെ ആരുടെയൊക്കെയോ ഭക്ഷണമാണ്, അതുകൊണ്ട് എനിക്ക് ഉദ്ദേശിച്ച ഭക്ഷണം ഞാൻ കഴിക്കുന്നു. പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ നിർബന്ധമൊന്നും പറഞ്ഞില്ല. അത്രത്തോളം സമൂഹം, ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? സമൂഹത്തെ ശ്രദ്ധിക്കുക എന്നത് ഇസ്ലാമിന്റെ വിവക്ഷയിൽ ഇത്ര വിശാലമാണ്. നമ്മൾ കൂടുതലായി ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം നമ്മളെ വയറുകേട് എന്ന് വിചാരിച്ചിട്ടല്ല. സമൂഹത്തിൽ ഏതൊക്കെയോ പാവങ്ങൾ അതിന്റെ പേരിൽ പട്ടിണി കിടക്കും. അതിന്റെ പേരില് അത്രത്തോളം സമൂഹത്തെ ഏറ്റവും നല്ല രീതിയിൽ ശുശ്രൂഷിക്കണമെന്ന്, അവരെ നല്ല രീതിയിൽ പെരുമാറണമെന്ന്, അവരോട് നല്ല രീതിയിൽ സഹായങ്ങൾ അങ്ങോട്ട് കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മളോട് കൽപ്പിക്കുന്നു. ഈ പാവപ്പെട്ട ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലെത്തുമ്പോ, ഇപ്പൊ നമ്മുടെ ഈ നാട്ടിന്റെ തൊട്ടപ്പുറത്ത് ഇക്ബാൽ നഗറിൽ കുറച്ച് കുട്ടികളുണ്ട്. അവർ മിനിയാന്ന് എന്റെ വീട്ടിൽ വന്നിരുന്നു. പറയുമ്പോൾ ഓരോന്ന് പറയാല്ലേ. ആ കുട്ടികൾ വന്നിട്ട് പറയാണ്, ഒരു ചെറിയ വാന് പോലും കിട്ടിയിട്ടുണ്ട്, ഇവിടെ അതിന് വേണം, ഒരു വാന് കിട്ടിയിട്ടുണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്ററുടെ പണി എന്താന്ന് ചോദിച്ചാല്, പാവം സ്ത്രീകള്, വയസ്സായ സ്ത്രീകള് കിടക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെ ബെഡ് കിടക്കല സുഖമില്ലാതെ അവർക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഈ സിസ്റ്റർ ചെന്നാലേ ചെയ്തു കൊടുക്കുള്ളൂ. എന്നിട്ടൊരു വീട്ടിൽ നിന്ന് ഇവരുടെ അനുഭവം എന്താണെന്നറിയോ?
ഇതൊക്കെ നമുക്കും വരും. ആലോചിക്കും നമുക്കൊക്കെ പ്രായം വരുമ്പോ ഒരു ഭാഗത്ത് കിടക്കുമ്പോ നല്ല ഈമാനില്ലാത്ത മക്കളാണെങ്കിൽ നമ്മൾ നോക്കൂലട്ടോ. നിങ്ങൾ ഏത് വലിയ ഡിഗ്രിയും PGയും ഒക്കെ കൊടുത്ത് അവർക്ക് അള്ളാഹുവിനോടുള്ള ബന്ധമോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ലെങ്കിൽ, മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കിയിട്ടില്ലെങ്കിൽ, വിഷമങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വാപ്പൊരു സൈഡ് കിടക്കും, ഇവൻ അവന്റെ പണിക്ക് പോകും. എത്രയോ മക്കളുണ്ട് വാപ്പിയും ഒന്ന് അവസാനിച്ച് കിട്ടാൻ വേണ്ടി തുറക്കണവര്. ആരും അറിയാതെ ബെഡിൽ ചവിട്ടുന്ന ആൾക്കാരുണ്ട്, സ്വന്തം ബാപ്പാനെ പോയിട്ട് ചവിട്ടുന്ന. കാരണം ഒരുപാട് കാലം ഗൾഫില് ഒരുപാട് കാലം അധ്വാനിച്ച് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആർക്കും വേണ്ടാത്ത ആൾക്കാരായി എക്സ് ഗൾഫുകാര്. എന്നിട്ട് അവര് വരികയാണ്. അവര് വന്നിട്ട് ഈ ഭാര്യക്ക് നോക്കാൻ സമയമില്ല, ഭാര്യ മക്കളൊക്കെ ഒന്നായിട്ടുണ്ടാവും. ഇദ്ദേഹം അവിടെ ഇങ്ങനെ കിടക്കാണ്. എന്നിട്ടൊരു വീട്ടിൽ പോയപ്പോ ഇവര് ജ്യൂസും കൊണ്ടാ പോണത്. ഇവർക്ക് അതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ജ്യൂസ് കൊടുത്തപ്പോ മോൻ വന്ന് പറയണത്ര അത്തേക്ക് വിളിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ജ്യൂസും ഭക്ഷണമൊന്നും കൊടുക്കല്ലേ. അപ്പൊ എന്താ സംഭവം? ഇത് അവിടെ കിടന്നിട്ട് പിന്നെ മൂത്രയിക്കും, അവിടെ കിടന്നിട്ട് കാഷ്ടിക്കും. ഇത് കഴുകാനുള്ള ഇവരുടെ അറപ്പാണ്. നിങ്ങൾ അധികം ജ്യൂസ് ഇപ്പാക്ക് കൊടുക്കരുത് നീ പറഞ്ഞത്. എത്രയോ വീടുകളിൽ ഈ പ്രായം ചെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നും. ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നേ. എന്ന് വെച്ചാൽ ഇതിന്റെ ആൾക്കാർ, നിങ്ങളിപ്പോ കെയർ എന്ന് പേരിട്ടിട്ടുണ്ടല്ലോ, അതിനൊരു വലിയൊരു വിശദീകരണം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ് ഖൈർ. കെയർ എന്ന് പറഞ്ഞാൽ പരിരക്ഷ എന്നോ അല്ലെങ്കിൽ കാക്കുക എന്നോ സൂക്ഷിക്കുക എന്നോ അങ്ങനെയൊക്കെയാണല്ലോ അതിന്റെ അർത്ഥം. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു കെയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ വീട്ടിലും കയറി ചെല്ല്. നിങ്ങളുടെ ഈ കാണുന്ന കാരത്തൂരിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശത്ത് ഇങ്ങനത്തെ വീടുകൾ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അത് പ്രായം ചെന്ന ആൾക്കാർ കിടക്കണ്ടാവും. അവരോട് ഒറ്റക്കൊന്ന് വർത്തമാനം, ഞാൻ ചില അങ്ങനത്തെ വീട്ടിൽ പോവാറുണ്ട്. അവരോട് ഒറ്റക്ക് വർത്താനം പറയുമ്പോ ആരെങ്കിലും ഇത് കേൾക്കാൻ വേണ്ടി വരും. കാരണം ഈ തള്ള ഈ തന്ത ഇയാളോട് ഇവിടെ നടക്കണമെന്നൊക്കെ പറയുന്നുണ്ടോ എന്ന് അവർക്ക് അറിയണം. അതുകൊണ്ടാണ് അങ്ങനെ വയസ്സായ ആളോട് ചോദിക്കുമ്പോ കരഞ്ഞോണ്ട് പറയും, മോനെ ഞാൻ ഇവിടെ കിടന്നിട്ട് തന്നെയാണ്, പെരക്കാർക്കൊക്കെ വെറുപ്പാണ്, പെരക്കാർക്കൊന്നും ഇല്ല, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എത്രയോ ആൾക്കാർ പറയാറുണ്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എന്തുകൊണ്ട്? നോക്കാൻ ആളില്ലാതെ വരുമ്പോഴാണ്. മാതാപിതാക്കൾ ഇത്ര പ്രയാസത്തിലാകുമ്പോ നോക്കാനല്ല. അപ്പോ ആ സമയത്ത് നിങ്ങൾ ഈ കെയറിന്റെ ആൾക്കാരെന്ന് ചെന്ന് നോക്കിയാട്ടെ. ഇപ്പൊ നിങ്ങൾ ഈ കാരത്തൂരിന്റെ പ്രദേശത്ത് ഏകദേശം ഒരു 10-15 ആൾക്കാർ അങ്ങനത്തെ ഉണ്ടെന്ന് വെക്ക്. ഏത് പ്രയാസം, പാവം വയസ്സായി കിടക്കുന്ന. ഇതൊന്നും നമ്മുടെ ഔദാര്യമല്ല. എന്തുകൊണ്ടാ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത്ര വലിയ സംഭവമായിട്ട് നമ്മൾ വാഴ്ത്തുന്നത്? എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇത്ര വലിയ സംഭവമായിട്ട് നമ്മൾ വാഴ്ത്തുന്നത്? തൽഹ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു ദിവസം നിഴല് പോലെ കടന്നു പോവാൻ ഉമർ റളിയല്ലാഹു തആല 20 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി ഉമർ റളിയല്ലാഹു തആല നടന്നു പോവാൻ. ഞാനും വിചാരിച്ചത് എന്താ ഈ രാത്രി അർദ്ധരാത്രിയിൽ എവിടേക്കായി പോണത്? ഖലീഫ അമീറുൽ മുഅ്മിനീൻ എങ്ങട്ടാ പോണത്? ഞാൻ ഇങ്ങനെ പിന്നാലെ നടന്നുപോയി. പിന്നാലെ നടന്ന് ഞാൻ ചെല്ലുന്നത് അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം ഒരു കൊച്ചു വീട്ടിന്റെ മുമ്പിലെത്തി. ആ കൊച്ചു വീട്ടിന്റെ മുമ്പിലെത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. ഇഖ്ലാസ് ആണത്. ആ തിരിഞ്ഞു നോട്ടത്തിന്റെ പേരാണ് ഇഖ്ലാസ്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി. എന്നിട്ട് നേരെ വീടിന്റെ അകത്തേക്ക് കയറി. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. ഈ 1 മണിക്കൂർ നേരം ആ വീടിനകത്ത് എന്തായിരുന്നു ജോലി എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എന്റെ മനസ്സിൽ എന്താ ഒരു വീട്ടിലേക്ക് കയറി ചെന്നത്, എന്റെ 1 മണിക്കൂർ അവിടെ ചെലവഴിച്ചത് എന്നൊക്കെ എന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു നിലാവിലൂടെ നടന്നു പോയി. ഞാൻ ആ വീട്ടിന്റെ അകത്തേക്ക് എന്താണിതെന്ന് അറിയാനെന്ന് കയറി. ആരാണ് ഇതിന്റെ അകത്തെന്ന് കയറാൻ വേണ്ടി കയറി. അമീറുൽ മുഅ്മിനീൻ ലോകം വാഴ്ത്തപ്പെടുന്ന ആളാണ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ്. പക്ഷെ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ചിലതെന്തെങ്കിലും ഉണ്ടോ എന്ന് വരെ നഊദു ബില്ലാഹി എനിക്ക് തോന്നി. ഞാൻ ആ വീടിന്റെ അകത്തേക്ക് കയറിയപ്പോ വയസ്സായി കണ്ണു പോലും കാണാത്തൊരു പാവം സ്ത്രീ അവിടെ കിടക്കുന്നുണ്ട്. ഏകദേശം തന്റെ വല്യമ്മയേക്കാൾ അപ്പുറത്ത് മെലിഞ്ഞുണങ്ങിയ ശരീരം. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ആ സ്ത്രീക്ക്. ഭക്ഷണമാരും കൊടുക്കാനില്ല, വസ്ത്രമാരും അലക്കാനില്ല, അവരുടെ ഏതെങ്കിലുമൊക്കെ അംശങ്ങൾ കഴുകാൻ അതിനുവേണ്ടി ആളില്ല. അപ്പൊ ആ സമയത്ത് 2 ദിവസം 3 ദിവസം കൂടുമ്പോ പാവം ഉമർ റളിയല്ലാഹു തആല അൻഹു ചെല്ലാണ്. എന്നിട്ട് ഇത് മുഴുവൻ കഴുകി കൊടുക്കാണ്. എന്നിട്ട് അവരെ കുളിപ്പിച്ചു കൊടുക്കാണ്. അത്രയും പ്രായം ചെന്ന ആളുകളെ ഇത്രയും ഖിദ്മത്ത് ചെയ്യാമെന്ന് ദീനിന്റെ കാര്യത്തിൽ അതിന്റെ ഫിഖ്ഹുകളുണ്ട്. ഏതായിരുന്നാലും ശരി, അങ്ങനെ എല്ലാ ഖിദ്മത്തും ചെയ്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത്, ഭക്ഷണം പിന്നെ കയ്യെത്തുന്ന
സ്ഥലത്ത് വെച്ചുകൊടുത്ത് ഉമർ റളിയല്ലാഹു തആല തിരിച്ചു പോരാൻ. എന്നിട്ട് ഈ കഥ ഈ സ്ത്രീ പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? വാതിൽ മെല്ലെ തുറന്ന് അകത്തേക്ക് കയറിയപ്പോ, മോനെ നീ വീണ്ടും വന്നോ എന്നാ ചോദിക്കണത്. ആ സമയത്ത് തൽഹാ റളിയല്ലാഹു തആല പറയാണ്, ഞാൻ ഇങ്ങനെ നോക്കി, പാവം സ്ത്രീ. ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്തിനാ ഇവിടെ വന്നത്? അദ്ദേഹം ഇടയ്ക്ക് വരാറുണ്ട്, എനിക്ക് ഭക്ഷണം തരാറുണ്ട്, എന്റെ വസ്ത്രങ്ങൾ കഴുകി തരാറുണ്ട്, എന്നെ എന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എന്നെ ശുശ്രൂഷിക്കാറുണ്ട്, എന്റെ അടുക്കൽ നിന്ന് വർത്തമാനം പറയാറുണ്ട്, എനിക്ക് ഭക്ഷണം തരാറുണ്ട്. ഇതൊന്നും ഈ നാടിന്റെ അമീർ അറിയുന്നില്ലല്ലോ, ഇതൊന്നും ഈ നാടിന്റെ ഖലീഫ അറിയുന്നില്ലല്ലോ. ഈ പാവം സ്ത്രീ പറയാൻ തുടങ്ങി. തൽഹാ റളിയല്ലാഹു തആല കരയാണ്, ആ വരുന്നത് അമീറുൽ മുഅ്മിനീനാണ്, ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇടയ്ക്ക് കയറി വരികയും എന്നെ ശുശ്രൂഷിക്കുന്നതും ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല ആണോ? അതെ, അതാണ് ഉമർ റളിയല്ലാഹു തആല എന്ന് ഈ സ്ത്രീയോട് പറയാൻ. ഇത്രയും വലിയ ഖിദ്മത്ത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല, അഥവാ വരുമായിരുന്നെങ്കിൽ ലകാന ഉമർ, അതിന്റെ ഉമറാകുമായിരുന്നേനെ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം അതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടായി വലിയ ഉയർച്ചയിലേക്ക് പോയത്. ഇതിനേക്കാളും സമാനമായ, ഇതിനേക്കാളും ഉഗ്രമായ സംഭവങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സംഭവത്തിലുണ്ട്. ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പാവം സ്ത്രീകൾ, അതേപോലെ തന്നെ പാവം കളവികളായ ആളുകൾ, അവർക്ക് വേണ്ടി ആര് ഖലീഫയായിരിക്കെ തന്റെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല 20 രാജ്യത്തിന്റെ ചക്രവർത്തിയായിരിക്കെ തന്റെ തോളത്തേക്ക് അപ്പുറത്ത് ഒരു വീടില് ഒരു ടെന്റില് ഒരു ചെറിയ ഹൈമയിൽ ഒരു പാവം സ്ത്രീ തന്റെ കുട്ടികൾക്ക് തവിടിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കാൻ. ഭക്ഷണമൊന്നുമില്ല, ഇങ്ങനെ ഇളക്കി ഇളക്കി ആ കുട്ടികൾ ഉറങ്ങണം, ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് അവർ ഉറങ്ങണം, അത്രേ ഉള്ളൂ. ഇവർ യാത്രാ സംഘത്തിന്റെ അടുക്കല് ആ കുട്ടികൾ ഉറങ്ങിയപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല കയറി ചെല്ലുന്നത്. അപ്പോഴും ആ സ്ത്രീ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇതൊന്നും ഉമർ അറിയുന്നില്ലല്ലോ എന്നാണ്. അങ്ങനെ നേരെ പോയി ഉമർ റളിയല്ലാഹു തആല തന്റെ ഖസാനയുടെ അടുക്കലേക്ക്, എന്നിട്ട് ഗോതമ്പ് റൊട്ടിയും എല്ലാം ചാക്കിലാക്കി തന്റെ തോളത്ത് വെച്ചപ്പോ ഖാദിമായ ഒരു സഹാബി വന്നിട്ട് പറയാണ്, ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അമീറുൽ മുഅ്മിനീൻ, നിങ്ങളിത് ചുമക്കരുത്, നിങ്ങൾ ഖലീഫയാണ്, നിങ്ങൾ അമീറുൽ മുഅ്മിനീനാണ്, അവിടെ നിങ്ങളിത് ചുമക്കരുത്, ഞാൻ ചുമക്കാമെന്ന് പറഞ്ഞൊരു ഖാദിമായ ഒരു സഹാബി അതെടുക്കാൻ നേരത്ത് ചൂടായി എന്ന് പറഞ്ഞ ഉഗ്രമായ വർത്തമാനം പറഞ്ഞു. എങ്ങനെ ചൂടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാകണമായില്ല. നിങ്ങൾ എന്ത് വർത്തമാനമാ പറയുന്നത്? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ വരുമോ എന്റെ ചുമട് ചുമക്കാൻ? ഇതായിരുന്നു ഉമർ റളിയല്ലാഹു തആല ചോദിച്ചത്. അതുകൊണ്ട് ചുമട് എനിക്ക് താ, ഞാൻ നടക്കും. അങ്ങനെ മൈലുകൾ താണ്ടി ആ വീട് വരെ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല ചാക്കും കൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് ഈ സഹാബി കരയുന്നുണ്ട്. ആ സഹാബി റിപ്പോർട്ട് ചെയ്യാണ്, ഞാൻ എത്രയോ വട്ടം ചോദിച്ചു, ഇനി ഞാൻ ഏറ്റാം, ഇങ്ങോട്ട് തന്നേക്കിൻ. ചുമലിന്റെ ഭാരം കാരണത്താൽ കുറെ ഏറ്റിയപ്പോ കുറെ തളരുന്നത് ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഉമർ റളിയല്ലാഹു തആല എനിക്കത് വിട്ടു തന്നതേയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ആളുകൾക്ക് നീ എന്തെന്ന് ചെയ്തു എന്ന കോടതിയിൽ അല്ലാഹു ചോദിക്കുമ്പോ നീ വരുമോ എന്റെ അവിടുത്തെ ഭാരമേൽക്കാൻ എന്ന് ഈ സഹാബിനോട് ചോദിക്കാൻ. ഇതാണ് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല. ഇതുപോലെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അപ്പൊ ജനങ്ങളെ സഹായിക്കല് ഒരു പുതിയ പരിപാടിയല്ല, ആളുകളെ രോഗികളെ കാണാൻ ചെല്ലല്, അവരെ ശുശ്രൂഷിക്കല് ഒരു പുതിയ പരിപാടിയല്ല. ഇക്കണ്ട സഹാബാക്കളെ മുഴുവനും, ഇക്കണ്ട പ്രവാചകന്മാരെ മുഴുവനും എല്ലാവരും ഏറ്റവും ഉന്നതിയിലെത്തുന്നത് പാവപ്പെട്ട ആളുകളെ കണ്ടുകൊണ്ടാണ്, പാവപ്പെട്ട ആളുകളെ ശുശ്രൂഷിച്ചുകൊണ്ടാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത എന്താ? പാവപ്പെട്ട രോഗികളുടെ അരികിലേക്ക് ഇറങ്ങി ചെന്നത് കൊണ്ടല്ലേ ഒരു വലിയ പ്രത്യേകത കൊടുക്കുന്നത്. അതുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പ്രവാചകന്മാരും ചെയ്ത പണികളാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോ ഇതൊരു ഔദാര്യമായി നമ്മൾ കാണരുത്, ഏതെങ്കിലും രീതിയിൽ നമ്മൾ കാണരുത്. ഈ പാവപ്പെട്ട ജനത ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അറിയാത്ത ഏതെങ്കിലും ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. ഞാൻ എന്നാളെ ഒരു സംസാരത്തിന് വേണ്ടി ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാൻ പിന്നെ ഈ ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് എന്തായാലും അങ്ങോട്ട് പോവല്ലേ, അപ്പൊ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, നമ്മൾ മുമ്പ് പരിചയമുള്ള ആളാണ്, അദ്ദേഹത്തിന് കിഡ്നിക്ക് രണ്ടിനും പ്രശ്നമാണ്, അവിടെ നിങ്ങളെ വീട്ടിലൊന്ന് കയറോ? എനിക്ക് സത്യത്തിൽ സമയമില്ല, എന്നാൽ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് കേറിയ സമയത്ത് ഒരു കൊച്ചു വീടാണ്, ഒരു കൊച്ചു വീട്, ചെറിയ വീട്, നമ്മളവിടെ ഒന്നും അങ്ങനത്തെ വീട് കാണാൻ പറ്റില്ല. അതിൽ കുറച്ച് 2-3 മക്കളും ഇയാൾ 2 കിഡ്നിയും ഫെയിലർ ആയിട്ടിരിക്കുക. ഡയാലിസിസിന് പോകാൻ പൈസയില്ല, എന്താ ചെയ്യേണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഞങ്ങൾ ചെന്ന് അങ്ങനെ കട്ടൻ ചായ, 2-3 ആളുണ്ട്, അങ്ങനെ ചെന്നൊരു ഒരു ചെറിയ കട്ടൻ ചായയും ഒരു മിച്ചറും കൊണ്ടുവന്ന് അതിങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ. അപ്പൊ എങ്ങനെയുണ്ട് അസുഖത്തൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ ഒരു ചെറിയ പെൺകുട്ടിന്റെ ഷെമ്മീസ് മാത്രമാണ് കുട്ടി ഇട്ടിരിക്കുന്നത്, ഒരു 4-5 വയസ്സുണ്ടാവും. ആ കുട്ടി വന്നിട്ട് ഇയാളെ മടിയിക്ക്, ആ കുട്ടിക്ക് അറിയില്ല എന്റെ അപ്പാക്ക് അസുഖമാണ്, ആ കുട്ടിക്ക് അറിയില്ല ഇതൊക്കെ നടക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യന്, എനിക്കിപ്പോഴും അതിങ്ങനെ ആലോചിക്കുമ്പോ സങ്കടം വരിക. എന്നിട്ട് ആ മനുഷ്യന് ആ കുട്ടിനെ ഇങ്ങനെ നെഞ്ഞത്ത് ചേർത്തിട്ട് പറഞ്ഞ്, എനിക്ക് മരിക്കാൻ പേടില്ല സാറേ, പക്ഷെ ഈ കുട്ടികളെ കാര്യം ആലോചിക്കാം. ഇങ്ങനെ എത്ര ആളുകൾ
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ കിഡ്നി ഇപ്പൊ ഡയാലിസിസ് നടത്തി ഒന്ന് മാറ്റിവെച്ച് കുറെ ആൾക്കാരൊക്കെ സഹായിച്ച് അതങ്ങനെ ചെയ്തു പോകുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ കാണും, ഇങ്ങനെ കുറെ ആൾക്കാരെ നമ്മൾ കാണും. ഇനി നമ്മളടുത്ത് സാമ്പത്തിക ഇല്ല എന്ന് വിചാരിക്കും. ഒരാൾക്ക് കിഡ്നി രോഗമുണ്ട്, നമ്മളടുത്ത് പൈസ എല്ലാവരും കൂടി സ്വരൂപിച്ചാലൊന്നും 35 ലക്ഷം റുപ്യ ആവൂല. പക്ഷെ അതിനൊന്ന് ഓടി നടന്നാൽ 35 ലക്ഷം റുപ്യ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഡോക്ടർ ഇരിക്കുന്ന അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ജിപ്മറിൽ പോയാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറെ ആശുപത്രികളുണ്ട്, കുറച്ച് മുമ്പ് ബുക്ക് ചെയ്യണമെന്നുള്ളൂ. പുട്ടപ്പർത്തി ആശുപത്രി പോലെ കുറച്ച് മുമ്പ് ബുക്ക് ചെയ്താൽ വളരെ കുറഞ്ഞ പൈസക്ക് സാധനമൊക്കെ വെച്ചുതരും. നമ്മളവിടെ കുറെ വലിയ വലിയ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽസ് വലിയ കച്ചവടക്കി നടത്തണ പോലെയല്ല. എല്ലാ ആൾക്കാരും അങ്ങനൊന്നുമല്ല. നമ്മളെ കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 2-2.5 ലക്ഷം റുപ്യക്ക് ഈ ഓപ്പറേഷൻ മുഴുവൻ തീർക്കുന്ന പരിപാടിയേ ഉള്ളൂ. ഇപ്പൊ എന്നോട് ഞാനൊരു ഒരു പിന്നെ ഇതിനെപ്പറ്റി പറയല്ല കേട്ടോ, ഇതിനെപ്പറ്റി പറയല്ല, ഒരു ഹോസ്പിറ്റലിനെ പറ്റി. ഇപ്പൊ ഇക്ര ഹോസ്പിറ്റൽ, കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റൽ, പല ഹോസ്പിറ്റൽ, അവിടുത്തെ വേറെ ഹോസ്പിറ്റലിൽ നമ്മൾ കുറ്റപ്പെടുത്തല്ല. പല ഹോസ്പിറ്റൽസും ഭയങ്കര ലക്ഷങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് ഇക്ര ഹോസ്പിറ്റൽ അവർ എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞതാ, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞേക്ക്, നിങ്ങളുടെ പ്രസംഗത്തിനൊക്കെ പോണതാണല്ലോ, ഞങ്ങൾ അടുക്കലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ അതിനൊരു നയാ പൈസ എടുക്കൂല, ആശുപത്രി കൊടുക്കൂല. ആൾക്കാർ കിഡ്നി രോഗികൾക്ക് വേണ്ടി ഞങ്ങളൊരു വെൽഫെയർ തുടങ്ങുന്നുണ്ട്. 2-2.25 ലക്ഷം റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഓപ്പറേഷൻ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ കുറെ ആൾക്കാർ, ഞാൻ ഒരു ഹോസ്പിറ്റലിന്റെ പരസ്യം പറയല്ല, അങ്ങനെ തയ്യാറാണെങ്കിൽ പിന്നെ അതല്ലേ നല്ലത്. ഈ 35-40 ലക്ഷം റുപ്യ കൊടുത്താൽ നമ്മൾ വെറുതെ അറിയണ്ടല്ലോ. അപ്പൊ ഇത് കണ്ടെത്താനും വേണം യുവാക്കൾ. എന്തിനാ യുവാക്കളുടെ പണി എന്താണെന്നറിയോ? നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് കണ്ടെത്തല. നിങ്ങൾ കണ്ടെത്തല. ഇപ്പൊ ജിപ്മറിൽ എന്തൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്നു നമ്മൾ അറിയണം. ജിപ്മർ വലിയൊരു മെഡിക്കൽ കോളേജാണ്. ഇതേമാതിരി തന്നെ സംഭവം ആരെങ്കിലുമൊക്കെ നടത്തുന്നതാണെങ്കിലും ഞാൻ പോയിട്ടുണ്ട് അവിടെ പുട്ടപ്പർത്തി ഹോസ്പിറ്റലിൽ. ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളൊരു അയൽവാസി പിന്നെ ഇതായപ്പോ, അതായത് ഏകദേശം പുറത്ത് 12 ലക്ഷം രൂപ ഓപ്പറേഷന് പറഞ്ഞ സാധനം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാന്ന് ആശുപത്രി പറയണം. അപ്പൊ അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ഉണ്ടാവും. പക്ഷെ ഇതിനുമാണ് ഓടാൻ ആളുകൾ വേണം. അപ്പൊ ഇതിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ പൈസ ഇറക്കൽ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ട രോഗി, ഇത് നാളെ ചിലപ്പോ അള്ളാഹു നമ്മളെ കാക്കട്ടെ, നമ്മളായിരിക്കാം, രോഗം ആർക്കും വരാലോ. ചെറിയ കുട്ടികൾക്ക് വരെ രോഗം വരുന്നു. നാളെ CS സെന്ററുമായി ബന്ധപ്പെട്ടിട്ട് RCCയിൽ ഒരു ക്ലാസ്സിന് വേണ്ടി പോയപ്പോൾ, RCCയിൽ വെച്ചിട്ടല്ല, അവിടെ ക്ലാസ് എടുക്കാൻ കഴിയില്ല, കാരണം കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അവിടുത്തെ രോഗികൾക്ക് CS സെന്റർ വലിയൊരു പരിപാടി വെക്കും, മാസം വെക്കാറുണ്ട്. ചില 6 മാസം കൂടുമ്പോൾ വലിയ പരിപാടി വെക്കാറുണ്ട്. അങ്ങനെ ഞാനാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയെ. എന്നോട് അതിന്റെ പിന്നെ അധികാരി പറഞ്ഞു, എന്ന് വെച്ചാല് ബഷീർക്ക് പറഞ്ഞിട്ടാ ഞാൻ പോണേ, ബഷീർ സാഹിബ്. ഏതായിരുന്നാലും എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ രോഗികൾക്ക് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ എടുക്കേണ്ടത് നോക്കാൻ നിൽക്കുന്ന ആളുകൾക്കാണ്, ബൈസ്റ്റാൻഡേഴ്സിനാണ്. ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. ഇവിടെ എല്ലാരും നോക്കി മടുത്തിക്കുന്ന സാധ്യത, നോക്കി മടുത്തിട്ട് എന്നിട്ട് കുട്ടികളെ മടിയിലിരുത്തിയിട്ട് പാവം ഉമ്മാര് വന്നിട്ട് പറയാണ്, നമ്മളെ ഉസ്താദിനെ വിളിച്ചുകൊണ്ട്, അവർക്ക് കാണുന്നവരൊക്കെ ഉസ്താദായിരിക്കും, ഏതായാലും ഉസ്താദ് നിങ്ങൾ ഈ കുട്ടിയൊന്ന് മരിച്ചു കിട്ടാൻ തോരുന്നവരും ഇങ്ങനെ പറയുന്ന പാപങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യണം? നമുക്കൊരു സഹായം എത്തിക്കാൻ പറ്റിയാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയാൽ, ഇവിടെ ഈ കാരത്തൂരിന്റെ ഏതോ ഒരു ഭാഗത്ത് ഉദാഹരണത്തിന് ഒരു പാവം കിളവനായ ഒരാൾ കിടക്കാണ്, ആരുമില്ല എന്ന് വിചാരിക്കുക അയാൾക്ക് നോക്കാൻ. നിങ്ങൾ ചെല്ലുമ്പോ കാത്തു നിൽക്കും. എനിക്ക് ഓർമ്മയാണ്, ഞങ്ങളുടെ പ്രദേശത്ത് ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ ഞങ്ങൾ രോഗിയെ കാണാൻ വേണ്ടി പോയി. ഞങ്ങളെ കൂടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഉസ്താദ്. അദ്ദേഹം അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് വേണ്ടി കുറെ ദ്വാരുന്ന് അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് ഈ തലയാണിന്റെ ഉള്ളിൽ നിന്ന് അയാൾക്ക് തന്നെ കഴിയ ഒരു വകയില്ല. ഉസ്താദുമാര് വരുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ട വിചാരിച്ച തലയണന്റെ ഉള്ളിൽ നിന്ന് ആരോ കൊടുത്തൊരു 50 ഉറുപ്പിക എടുത്തേണ്ട. അദ്ദേഹത്തിന്റെ മോനൊരു മുത്താലിമാണ്, അവന്റെ അടുത്ത് കൊടുത്തന്നെ ഉസ്താദിനെ കൊടുക്കുമെന്ന് പറഞ്ഞേ. ഇവ അത് കൊണ്ടേ, ഞാൻ അതൊന്നും അറിയില്ല, കൊണ്ടേ കൊടുത്ത ഉസ്താദ് ഒരറ്റാക്ക, ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല, ഞാൻ തോർക്കല്ലോ. ഇയാള് അവിടെ കിടന്ന് അങ്ങനെ കരയാണ്. കാരണം ഒരു ഉസ്താദ് എവിടുന്നോ വന്ന്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഉസ്താദാണ്. ഈ പാവം മനുഷ്യന്റെ വീട്ടിൽ പോയി ആ രോഗിയെ കണ്ട്, എന്നിട്ട് ദുആ ചെയ്ത്, എന്നിട്ട് ഒരു കൈമടക്കി കിട്ടിയത് വാങ്ങിക്കാതെ പോകുന്നത് വരെ ഇവർക്ക് വലിയ സന്തോഷാണ്. അങ്ങനെ പ്രാർത്ഥിക്കാനെങ്കിലും ഒന്ന് ചെല്ലാൻ നമുക്ക് പറ്റിയാൽ, അവരൊന്നൊരു നേരത്തെ മരുന്ന് കൊടുക്കാൻ വേണ്ടി പറ്റിയാൽ, ഡയാലിസിസിന് 250 ഉറുപ്പ്യ കയ്യിലില്ലായിട്ട് 250 ഉറുപ്പ്യാണ് ഇതിനൊക്കെ വരിക, അല്ലെങ്കിൽ 1000 ഉറുപ്പ്യൊക്കെ പോക്കും വരവൊക്കെ പാടെ വരും. 1000 ഉറുപ്പ്യ ആഴ്ചയിലില്ലാതെ എത്ര ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ? എത്ര ആൾക്കാർ. ഇപ്പൊ നമ്മൾ കാടാമ്പുഴയിൽ നമ്മളെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞില്ല, നമ്മളൊക്കെ ഒരു കാർമ്മികത്വത്തിൽ ഒരു ഡയാലിസിസ് സെന്റർ വരുന്നുണ്ട്. 6 മെഷീൻസാണ്, 6 മെഷീനുകൾ. ഞാൻ കുടുംബസംഗമത്തില് 6 കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് ഓരോ കുടുംബം എന്തായി തന്നെ ഓരോ പിന്നെ മെഷീൻസാണ് തന്നത്. കുടുംബക്കാരെ ഓരോരുത്തരും, കുടുംബത്തിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല,
4 കുടുംബക്കളാ തന്നത്, 2 ആൾക്കാർ പിന്നെ വ്യക്തികളാ തന്നത്. അങ്ങനെ 6 മെഷീൻസാണ്. ഞാൻ ബിൽഡിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞു. അത് വരുന്നുള്ളും കാണാൻ പഴയില്ല. പക്ഷെ ഏകദേശം ഒരു 20ഓളം ആൾക്കാർ എന്നെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, ഡയാലിസിസ് അവിടെ തുടങ്ങുമ്പോ പറയണേ, ഞാനിപ്പോ അവിടെ പെരിന്തൽമണ്ണ പോണത്, ഇതൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. 10-20 ആളായി നമ്മളെ വിളിച്ച് പറയുന്നത്. നമ്മൾ എന്തോ അതിൻ്റെതാണെന്ന് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ സമയമാകുമ്പോ പറഞ്ഞട്ടോ, എന്നാ കാണാൻ വരെ പോയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ, 6 ലക്ഷം രൂപ കൊടുത്തിട്ട് ഭാവിയിൽ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ല അങ്ങനെ, എന്നാലും ഇല്ലാതിരിക്കട്ടെ, പക്ഷെ ഭാവിയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വരാനിരിക്കുന്ന രോഗം ഒരു പക്ഷേ കിഡ്നി രോഗമാവാം. ഞാൻ നീട്ടിക്കൊണ്ടുപോകണല്ലേ അവസാനിപ്പിക്കാൻ. കിഡ്നി രോഗമാവാം. കിഡ്നി രോഗം വരാൻ കേരളക്കാർക്ക് സാധ്യത കൂടുതലാണ്. ഡോക്ടേഴ്സ് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആരോഗ്യ ക്ലാസ് എടുക്കുന്നില്ല, കാരണം അത് അവർ പറയേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലാക്കിയുള്ള ഡോക്ടേഴ്സ് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അറ്റ്ലീസ്റ്റ് നമ്മളെ കുട്ടികളൊക്കെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്ന് കുടിപ്പിക്കണം. ആ ഒട്ടിയ വയർ കുട്ടിയൊക്കെ അറിയില്ല. ആ ഒട്ടിയ വയർക്ക് പിന്നെയും കൊണ്ടേ ചെല്ലുന്നത് കട്ടൻ ചായ. ഈ ചായ കുടിച്ചിട്ട് പോയിക്കോന്നാണ്. എന്നിട്ട് ആ മദ്രസയിലേക്ക് കുട്ടികൾ പോകുമ്പോൾ ഒരു 1/2 ഗ്ലാസ് കട്ടൻ ചായ ഇത് കുടിച്ചിട്ട് പോവാൻ എത്രയോ ഫംഗ്ഷനിങ് നടക്കണം. അതിനൊരുപാട് വെള്ളം ആവശ്യമുണ്ട്. നമ്മൾ മാതാപിതാക്കൾക്ക് അറിയില്ല. രാവിലെ എഴുന്നേറ്റിട്ട് അന്ന് ബ്രഷ് ചെയ്തോ അല്ലെങ്കിലോ ഈ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഒരു വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കണം നമ്മൾ പറയുന്നില്ല. പല ഡോക്ടേഴ്സും പറയുന്നു, ഇദ്ദേഹത്തെ പോലെ ഡോക്ടേഴ്സ് വിശദീകരിച്ച് പറഞ്ഞു തരും, പറയുന്നു. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ കാര്യങ്ങൾക്ക് എന്താവും, എളുപ്പമുണ്ടാവും. നമ്മൾ കുട്ടികൾ വെള്ളം കുടിക്കണ്ടോന്ന് വരെ നോക്കുന്നില്ല. ഇങ്ങനെ പോയി പിന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ ചേഞ്ചസ്, അതിന്റെ കുറെ പ്രശ്നങ്ങൾ, ഇതിന്റെ പിന്നെ നമ്മളാകെ എന്തും നോക്കുന്നില്ല, കോമ്പിനേഷൻ നോക്കുന്നില്ല. വെസ്റ്റേണിലൊക്കെ പോയി കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഇല്ലാത്ത ഫുഡില്ല എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഉദാഹരണത്തിന് മീനും തൈരും പാടില്ല എന്ന് ഹദീസിലുള്ളതാണ്. ആയുർവേദ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന പാടില്ല എന്ന്. നമ്മളതൊക്കെ നോക്കലുണ്ട, അങ്ങോട്ട് കഴിക്കലല്ല, അതും ഇതൊക്കെ പാടെ കോമ്പിനേഷൻ ഇല്ലാത്തൊരു പരിപാടി. ഇതൊന്നും നോക്കാതെ നമ്മൾ മുന്നോട്ട് പോണതുകൊണ്ട് ഭാവി ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ വന്ന് ഭാവിയിൽ വരാനിരിക്കുന്നത് കിഡ്നി രോഗമാണെന്നാണ്. അങ്ങനെ ഒരു കിഡ്നി രോഗം അള്ളാഹു കാക്കട്ടെ നമ്മളെയൊക്കെ. അങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വന്നാൽ കൊണ്ട് പായാൻ നമുക്ക് കഴിയില്ല. ആ സമയത്ത് ഇവിടെ ഇതുപോലെ ഒരു വലിയൊരു സംഘമുണ്ട്. ആ സംഘത്തിന്റെ അടുക്കൽ ഇവിടെ ഡയാലിസിസ് സെന്റർ ഉണ്ട്. ഉദാഹരണം പറയാം, അതിന് ഒരു മെഷീൻ ഉണ്ട്. ആ ഒരു മെഷീനിൽ 4 ആൾക്കെങ്കിലും ഒരു ദിവസം ചെയ്യാം, ഡയാലിസിസ് നടത്താം. അങ്ങനെ ഈ കാരത്തൂർ പ്രദേശത്തുള്ള, നിങ്ങളുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കെങ്കിലും ഡയാലിസിസ് നടത്താൻ ഇവിടെ ഒരു മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഹൈറാണ്. അതിനാകെ വരേണ്ട 6 ലക്ഷം രൂപ വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ പായേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതുണ്ടെങ്കിൽ, നമ്മളെ ആംബുലൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുമണ്ടാൻ അത് മതി. ഇതേപോലെ തന്നെ കെയറിങ്ങിന് വേണ്ടി ഈ ആംബുലൻസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആംബുലൻസിൽ പോകാനുള്ള സമയത്ത് നോക്കിയാൽ മതി. കെയറിങ്ങിന് വേണ്ടി ഒരു സിസ്റ്ററെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകുമ്പോ വീട്ടിൽ പോയിട്ട് പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേ ആംബുലൻസിൽ തന്നെ നിങ്ങൾക്ക് വരെയിട്ട് പോകാൻ ചെയ്യാം. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആരോഗ്യ കാര്യങ്ങൾ. ഇതിന് പുറമെ വീടില്ലാത്ത ആൾക്കാരുണ്ടാകും. എല്ലാരും കൂടി യോജിച്ചാലുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കുറെ പൈസ ഇറങ്ങോ, അങ്ങനാവോ ഇങ്ങനാവോ. ഇല്ല, അള്ളാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി ഞാൻ തരാം. അജ്റുൻ അശ്റു അംസാലുഹാ, അതിന് 10 ഇരട്ടിയായിട്ട് തരാന്ന് വാഗ്ദാനം നമ്മുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെതുണ്ട്. അതുകൊണ്ട് കൊടുത്തതിന്റെ പേര്, ഇവിടെ ആരെങ്കിലും അള്ളാഹിന്റെ പേരിൽ കൊടുത്തതിന്റെ പേരിൽ കുറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നോക്ക്. അയാളുടെ ധാരാളിത്തത്തിന്റെ പേരിൽ, അയാളുടെ സൂക്ഷ്മത ഇല്ലാത്തതിന്റെ പേരിൽ, അയാൾ പലിശനായിട്ട് ബന്ധപ്പെട്ടതിന്റെ പേരിൽ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും. മനുഷ്യന്മാരെ സഹായിച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും താഴോട്ട് പോകില്ല എന്ന് മാത്രമല്ല, ആകാശത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. ആകാശത്തിന്റെ കവാടങ്ങൾ നമ്മൾ അറിയാത്ത വിശാലതയിലേക്ക് നമ്മൾ അല്ലാഹു കൊണ്ടുപോകുന്ന. നമ്മൾ എന്താ വിചാരിച്ചേ, ഈ പൈസക്കാരായ ആൾക്കാർ ഈ കൊടുക്കുന്നതൊക്കെ പിന്നെയും കൊടുക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവർക്ക് ഉറപ്പാണ് അവരുടെ ബിസിനസ്സിൽ അത് തിരിച്ചെത്തുന്നു, അവർക്ക് ഉറപ്പാണ് ഇതിന്റെ കാര്യങ്ങൾ എത്തുന്നു. നമ്മളിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണ്ട, നമ്മൾ ചെയ്തു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു തരും. മാഷാ അല്ലാഹ്, നിങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കൂടിയതും. അതുകൊണ്ട് നമ്മൾ ഒരു കൃത്രിമോപലോപവുമില്ലാതെ നല്ല രീതിയിൽ ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടാൽ, ഉദാഹരണത്തിന് ഒരു വീടില്ലാത്ത ആള് നിങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് വെക്ക്, നിങ്ങളൊക്കെ കുറേശ്ശെ എടുക്ക്, ബാക്കി ഗൾഫേരൊക്കെ പാടെടുക്ക്. എന്നിട്ട് ഒരു 6 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു പാപത്തിന് ഒരു വീട് വെച്ചു കൊടുത്താല്, ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. എന്ന് വെച്ചാൽ വാടക വീട്ടിൽ താമസിക്കുന്നവർ കല്യാണം പിരിയുമ്പോ അവര് പിരിഞ്ഞു വരികയാണ്. ആ സമയത്ത് 2 കുട്ടികൾ കൗൺസിലിംഗ്, ഞാനിപ്പോ കൗൺസിലിംഗ് നടത്തുന്നില്ല, ആരും ദയവായി തന്നെ വിളിക്കരുത്, ഞാൻ ചെയ്തിരുന്ന സമയത്ത് പറയാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഞങ്ങൾക്ക് സങ്കടം കൂടെ നിർത്തിച്ചതാ പലതും. ഈ 2 കുട്ടികൾ ഇങ്ങനെ നോക്കും. എന്താ നോട്ടത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായത്? ഭാര്യയും ഭർത്താവും പിരിയാൻ പോവാണ്. ഈ പാവം പെൺകുട്ടിക്ക് വീടില്ല. ഇവര് പറഞ്ഞ 15 പിന്നെ പവൻ കൊടുത്തിട്ടില്ല.
ഒരു 15 പേർക്ക് ആരും ആവശ്യപ്പെടില്ല, എന്നാലും നിനക്ക് കൊടുക്കേണ്ടി വരികയാണല്ലോ. അത് കൊടുത്തിട്ടില്ല. അതിനിടയ്ക്ക് 2 കുട്ടികൾ, എന്നാൽ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഈ 2 കുട്ടികൾ ഇങ്ങനെ കയ്യും വെച്ചിട്ട് ഇന്നിങ്ങനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഉസ്താദേ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരുമോ, എന്റെ ഉമ്മാനിപ്പാനൊന്ന് ഒന്നാക്കി തരുമോ, ഞങ്ങളുടെ ജീവിതം ഒന്ന് ശരിയാക്കി തരുമോ എന്നാണ് ഇവർ ഈ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ കെയറിങ്ങിന്റെ കാര്യത്തിൽ, പ്രിയപ്പെട്ട എരശ്ശേരി സാഹിബിനോട് പറയാണ്, ഈ കെയറിങ്ങിന്റെ കാര്യത്തിൽ ഒരു ഫാമിലി കൗൺസിലിംഗ് സെന്ററും കൂടി വേണമെന്ന് ഞാൻ പറയാം. സംഭവം മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ നാട്ടില് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ കാരണന്മാര് മാഷാഅല്ലാഹ് പരിഹരിക്കാൻ ഉണ്ടാകും, അത് അവർ പരിഹരിച്ചോട്ടെ. പക്ഷേ നല്ലൊരു വിദഗ്ധ ഒരു ആഴ്ചയുടെ ദിവസം കൊണ്ടുവന്നാൽ മതി. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ കൗൺസിലിംഗ് അറിയുന്ന ഒരാളെ, നമ്മളെപ്പോലെ തിരക്കുള്ള ആളെ വിളിക്കരുതെന്നുള്ളൂ. ഇത് നല്ലോണം ചെയ്യാൻ പറ്റും, നമ്മളെക്കാളെ ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം, ഇതൊക്കെ കെയറിൽ വരണം. ഇതൊക്കെ കെയറിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ പോട്ടെ മാസത്തിൽ 2 ദിവസമെങ്കിലും ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ പ്രയാസങ്ങളെ പറയാൻ ഒരു കൗൺസിലർ. ആ കൗൺസിലർക്ക് എത്ര കൊടുക്കണ്ടേ? നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം ആഴ്ചയിൽ മാസത്തിൽ ഒരിക്കൽ വന്ന് 2000 രൂപ കൊടുക്കേണ്ടി വരും. ആ 2000 രൂപയ്ക്ക് എത്ര പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചിരുന്നറിയാം. അപ്പൊ പൈസ കൂടുതൽ ചെലവഴിക്കാതെ ഈ കെയറിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനൊക്കെ ഓരോ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നാൽ ഇപ്പൊ നമ്മളൊക്കെ ഈ ഇരിക്കുന്നവർ സമയം വൈകുന്നതെന്ന് ഒരു പേടിയുണ്ട്. 5 മിനിറ്റ് പറയാം. എന്നാൽ ഈ ഇരിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. ആർക്കെങ്കിലും, എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ. ആ പ്രശ്നങ്ങൾ ശരിക്കും കൗൺസിലിംഗിലൂടെ തീരണം. പോരാ, നമ്മുടെ മക്കളെ കെട്ടിക്കുമ്പോ ഈ മക്കളെ കെട്ടിക്കുന്ന സമയത്ത് നമ്മൾ എത്രയാ പൈസ ചെലവാക്കണത്? എത്ര പൈസ ചെലവാക്കണ? പണ്ടത്തിന് പൈസ, ഭക്ഷണത്തിന് പൈസ, പന്തലിന് പൈസ, പൈസയോട് പൈസ. അങ്ങനല്ലേ ഒരു കുട്ടി ഇറങ്ങിപ്പോണ്? നേരെ മറിച്ച് 1000 രൂപ ചെലവാക്കിയിട്ട് ആ കുട്ടിക്ക് ഒരു 2 മണിക്കൂർ നേരത്തെ ഒരു കൗൺസിലിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് ക്രിസ്ത്യൻ സൊസൈറ്റി കൊടുക്കാറുണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇത് കൊടുക്കാറുണ്ട്. അവർ 3 ആൾക്കാരുണ്ടാവും കൗൺസിലിംഗ്. ആരൊക്കെ? ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവും, പിന്നെ എന്തെന്ന് വെച്ചാൽ ഒരു കുടുംബ ഇതുമായി ബന്ധപ്പെട്ടതിന്റെ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. നിയമത്തിന്റെ ആൾക്കാരെ ഒഴിവാക്കിയാൽ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റ് നിർബന്ധം. കാരണം ഒരു പെൺകുട്ടി ആദ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാണ്. അപ്പൊ എന്താണിത്, ജീവിതത്തിന്റെ ഭാഗം എന്താണ് അതിന്റെ സോഷ്യോളജി, എന്താണ് അതിന്റെ സെക്സോളജി, ഇതൊക്കെ ഒരു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാറുണ്ട്. എന്നിട്ട് കുട്ടികൾ ഭയങ്കര ഭീതിയിലും പേടിയിലും കുന്തത്തിലും. അപ്പൊ എന്താ, മാസത്തിൽ നിങ്ങളൊരു പരിപാടി എവിടെയെങ്കിലും 2 മാസം കൂടുമ്പോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ വെച്ചിട്ട് വെച്ചാൽ ഈ പെൺകുട്ടികൾക്ക് അവരെ കൺസൾട്ട് ചെയ്യാം, കൗൺസിലിംഗിന്റെ ഭാഗമാക്കാം. കല്യാണത്തിന് പോകുന്നത് എങ്ങനെയാണ് അമ്മായിമനായിട്ട് നിൽക്കേണ്ടത്, എങ്ങനെയാണ് അമ്മോശനായിട്ട് നിൽക്കേണ്ടത്, അവർക്ക് നിന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്, പെട്ടെന്ന് ചൂടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ എക്സസൈസുകളാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ പുറത്തൊക്കെ ട്രെയിനിങ്. ഞാൻ ഇതെന്റെ നാടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെയിനിങ് എന്താണെന്ന് പറയുക നിങ്ങൾക്ക്. അതായത് കുടുംബത്തിൽ തെറാപ്പികളാണ്. ആ തെറാപ്പിയില് ഭർത്താവ് മരിച്ചെടുക്കുന്ന രംഗം വരെ കാണിക്കും. എന്നിട്ട് ആ തെറാപ്പിയിൽ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനത്തെ ട്രെയിനിങ്ങുകൾ. അതങ്ങനെ ചെയ്തിട്ട് ഭർത്താവിനുള്ള ഇഷ്ടം കണ്ട് കൂട്ടിയിട്ട് നമ്മൾ പോരാ. നമ്മൾക്ക് എന്ത് ട്രെയിനിങ് ഉള്ളത്? നമ്മള് ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ ടിപ്പിക്കലി പോവാണ്. നേരെ മറിച്ചിട്ട് ഇപ്പൊ മക്കളോട് ഇപ്പൊ 3 മക്കളുണ്ട്, ഉമ്മാക്ക് 2 കുട്ടികളോട് ഇഷ്ടം, ഒരു കുട്ടിയോട് ഇഷ്ടം വരുന്നില്ല, ഒരു തെറാപ്പി കൊടുത്താൽ മതി, ബൂസ്റ്റിംഗ് തെറാപ്പി. ഇതേമാതിരി ഭാര്യ ഭർത്താക്കന്മാർ എന്നും പ്രശ്നത്തിലാണ്, എന്നും അടിയാണ്. അവര് ഒന്നിച്ചിരുന്നൊരു കൗൺസിലിംഗ് സെഷനും ഒരു തെറാപ്പി ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത്തരം ഒരു കെയർ എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. വെറും ഒരു വീട് നിർമ്മാണമോ അല്ലെങ്കിൽ ഏതൊരു ആശുപത്രി കേസോ മാത്രമാക്കി ഇതിനെ ഒതുക്കരുത്. ചെറിയത് മുതൽ തുടങ്ങണം. നിങ്ങളുടെ കെയറിലൂടെ ഇത് മുഴുവൻ നടക്കണം എന്നാ ഞാൻ പറയാം. ഒരു വിഷയം ഉണ്ടോ, മഹലിന്റെ ആ നേതൃത്വം അത് തീരുമാനിക്കട്ടെ. ആ മഹലിന്റെ നേതൃത്വം തീരുമാനിക്കുമ്പോ വരെ ചിലപ്പോൾ ഒരു കൗൺസിലിംഗിന് വിടേണ്ടി വന്നാൽ നിങ്ങളെടുത്ത് അതിന്റെ ആൾക്കാരുണ്ടാവണം. ഓണായിട്ട് നമ്മൾ ഇത് സ്റ്റാഫ് ഇല്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും വരുന്ന ആളെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളും ഇപ്പൊ എനിക്കറിയാവുന്ന കുറെ മഹല്ലുകളുണ്ട്. ഇപ്പൊ എനിക്ക് മഹല്ല് പരിപാടി എന്ന് പറഞ്ഞാൽ സ്ഥിരം പരിപാടിയാണ്. നാളെ നാദാപുരത്താണ്. ഓരോ തെക്ക് കണ്ണൂര്, കാസർഗോഡ്, അവിടെ നിന്ന് കണ്ട് കോഴിക്കോട് ജില്ലയാണ് കൂടുതൽ എന്നെ ഉപയോഗിക്കാറ്. ഓരോ മഹലിൽ എത്ര പരിവർത്തനങ്ങളാണ്. നമ്മൾ വെറുതെ പറഞ്ഞേച്ചു പോരും, പക്ഷെ ഇറ്റിങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. അവിടെ പിന്നെ കുറച്ച് ഗൾഫുകാരും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് അത് പറഞ്ഞാപ്പാണ്ട് ചെയ്യും അവര്. കണ്ണൂർക്കാരൊക്കെ പ്രത്യേകിച്ച് ചെയ്യും. കാരണം കണ്ണൂരൊക്കെ ഇപ്പൊ ഈ കുറെ ചാടിപ്പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൗൺസിലിംഗ് പറഞ്ഞാൽ അതുണ്ടാവും. അതേമാതിരി തന്നെ കുട്ടികൾക്ക് ടെസ്റ്റ് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഈ കാരത്തൂര് ഭാഗത്ത് കെയറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വെച്ചോ, ഈ ഭാഗത്ത് എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു കോഴ്സിന് പോകണം. ആ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് നല്ല കോമ്പിറ്റൻസി ഉണ്ട്, നല്ല തലച്ചോറുണ്ട്.
നല്ല ഉഷാറാണ് പഠിക്കാൻ, പക്ഷെ അവന് പോകാൻ പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവനൊരു ടെസ്റ്റ് നടത്തിയാൽ റഫറൻസ് സ്കില്ല്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അനലിറ്റിക്കൽ റീസണിങ്, ഈ 3 അവനിൽ ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇൻഷാല്ലാ എങ്ങനെയെങ്കിലും അവന് സിവിൽ സർവീസ് കിട്ടും. ഇനി സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിൽ UPSCയുടെ ഏതെങ്കിലും കിട്ടും. അപ്പൊ ഈ കുട്ടിക്ക് ചിലപ്പം മാസത്തിൽ 5000-10,000 രൂപ ചെലവാക്കിയാണ്ട് ഡൽഹിയിലൊന്നും പോയി പഠിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ദത്തെടുത്ത് മാസത്തിൽ 5000 കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ അതിലേക്ക് ബന്ധിപ്പിച്ച് ഈ കുട്ടി ഭാവിയിൽ എന്തായി മാറണം, ഇങ്ങനെയായി മാറണം. നിങ്ങളൊരു അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് പറയുമ്പോ അല്ലെങ്കിൽ ഷിഹാബുദ്ദീനെ കുറിച്ച് പറയുമ്പോ അവരൊക്കെ യതീംഖാന കോളേജുകളിൽ പഠിച്ചവരാണ്, അല്ലാതെ ഭയങ്കര ഇംഗ്ലീഷ് മീഡിയം കോളേജിൽ നിന്ന് വന്നവരൊന്നുമല്ല. ഇപ്പൊ ഈ IAS എടുത്തിട്ടുള്ള നമ്മുടെ നാട്ടിലെ കുറെ കുട്ടികളുണ്ട്. ജാർഖണ്ഡിൽ കളക്ടറായിട്ട് അബൂബക്കർ സിദ്ദീഖ് കയ്യിൽപ്പെട്ടതാ. ഇങ്ങനെ ഏറ്റെടുത്തതാണ് ഓരോ ആൾക്കാർ. പലരെയും ആ ഏറ്റെടുത്ത് ഈ കാണുന്ന ഇതിന്റെ കീഴിൽ നിന്ന്, ഈ കാരത്തൂർ പ്രദേശത്ത് നിന്ന് ഭാവിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വേണം. ഇപ്പൊ കുറച്ച് യുവാക്കൾ, ഇവരുടെയൊക്കെ സംഘടനയുടെ യുവാക്കൾ ജാർഖണ്ഡിൽ കുടുങ്ങിയപ്പോ ആ സമയത്ത് കളക്ടറുടെ അടുക്കൽ പോകാൻ വേണ്ടി ഒരു തീരുമാനിക്കാൻ, അങ്ങനെ ഫൈസൽ ബാബു അടക്കമുള്ളവരുണ്ട്, പോകാൻ വേണ്ടി ഒരു തീരുമാനിക്കുമ്പോ എങ്ങനെ പറയാ, എന്തായിരിക്കും കളക്ടറുടെ അവസ്ഥ എന്നൊക്കെ വിചാരിച്ച് കയറി ചെല്ലുമ്പോ അവിടെ ഇരിക്കുന്നത് ജാർഖണ്ഡിന്റെ കളക്ടറായിട്ട് ഇരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ അബൂബക്കർ സിദ്ദീഖാൻ. ഈ ചെറുപ്പക്കാർക്ക് എത്ര സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഭാവിയിൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ അതും ഒരു കെയറാൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. പാവപ്പെട്ട ഒരു കുട്ടി നിങ്ങൾ എവിടെ, എനിക്ക് 2-3 കോളേജുകളുണ്ട്, നിങ്ങൾക്ക് അറിയാം. അതിൽ ഏറ്റവും പാവങ്ങൾ പഠിക്കുന്ന ഒരു കോളേജ് ഉണ്ട്. ആ കുട്ടികൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ള അത്ര വേറെ ഒരു കുട്ടികൾക്കും കമ്മിറ്റ്മെന്റ് ഉണ്ടാവാറില്ല. ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുന്നവർക്ക് അത് ഉണ്ടാകൂല, നല്ലോണം പഠിക്കുന്നവർക്ക് അത് ഉണ്ടാകൂല. പക്ഷെ ബാക്കിലുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നാൽ അവർ എന്നും നമ്മളോട് കമ്മിറ്റ്മെന്റ് ഉള്ളവരായിരിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ ലണ്ടനിൽ പോകുന്നു പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകുന്നു പ്രസംഗിക്കുന്നു, അതൊക്കെ നമ്മളെ വിളിക്കുന്നതിൽ കൂടുതലും വിദ്യാർത്ഥികളാണ്. ഞാൻ പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥികൾ തന്നെ അവിടെയൊക്കെ ഉള്ളത്. അവരൊക്കെ വിളിക്കുന്നു, കാരണം അവർക്ക് നമ്മളുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല, ഒരു നയാ പൈസയും ഞാൻ ചെലവാക്കിയിട്ടില്ല അവർക്ക് വേണ്ടി. പക്ഷെ എപ്പോഴൊക്കെയോ ഇങ്ങനെ പോയിക്കോ, ഇങ്ങനെ പോയിക്കോ, അങ്ങനെ പോയിക്കോ എന്ന് പറഞ്ഞു കൊടുത്തു. 300-ലേറെ കുട്ടികൾ മാഷാഅല്ലാഹ് ഇപ്പൊ യൂറോപ്പിന്റെ ഭാഗത്ത് അവർ പഠിക്കുന്നുണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ട്. കാരണം ഇത് പറഞ്ഞു കൊടുക്കാൻ എന്നെ പോലെയുള്ള ഏതെങ്കിലും 1-2 ആൾക്കാർ പറഞ്ഞു കൊടുത്ത് വിചാരിച്ചത് എവിടെ എത്തൂല. നിങ്ങൾക്കൊരു സിസ്റ്റം വേണം. ഭാവിയിൽ എന്നിട്ട് നമ്മളൊക്കെ കബർഗേഹത്തിൽ കിടക്കുമ്പോ നമ്മുടെ കുട്ടികളൊക്കെ ഉന്നതമായ ഒരു അവസ്ഥയിലെത്തണം. അതും കെയറിന്റെ ഒരു ഭാഗമാകണം. ഇവിടുത്തെ സ്ത്രീ ശാക്തീകരണം, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു പോവാൻ. ഇപ്പൊ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർ മൊബൈൽ ഉപയോഗിക്കുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ട്രെയിനിങ് ക്ലാസ്സുകൾ നിങ്ങൾ വെക്കണം കെയറിന്റെ കെയർ ഓഫിൽ. ഇതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു 10-20 പെൺകുട്ടികളെ കൂട്ടിയിട്ട് അവർക്ക് നല്ല ഒരു സ്ത്രീകളുടെ ക്ലാസ്സുകൾ കൊടുക്കണം. എന്താണ് അതിന്റെ സൈക്കോളജി, എന്താണ് അതിന്റെ ആന്ത്രോപോളജി, എന്താണ് അതിന്റെ സോഷ്യോളജി, ഇതൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് വീട്ടിൽ പോയാൽ എന്താണ് ആകേണ്ടത്, ഇതിനൊന്നും വലിയ ചെലവുകളില്ലാത്തതാണ്. അങ്ങനെ മൊത്തത്തിൽ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ചു പോകുന്ന, കെയർ ചെയ്ത് പോകുന്ന ഒരു ടീമായിട്ട് മാറിയാൽ നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കും. കാരണം കേരളത്തിന്റെ ഒരു മാതൃകയായിരിക്കും ഇതൊക്കെ നടത്തുന്ന സുന്ദരമായ. അതിന് നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചാലേ ഈ കാര്യങ്ങൾ നടക്കൂ. ഏതെങ്കിലും ഒരു 1-2 ആൾക്കാർ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കൗൺസിലിംഗ് സെഷൻ ഉണ്ടായിരിക്കണം. പോട്ടെ, ഇനി ഒരു വീടില്ലാത്ത ഒരാള്, ആ ആൾക്ക് അവരിങ്ങനെ ഉറ്റുനോക്കുന്നുണ്ടാകും നിങ്ങൾ എന്ന് പറയുന്ന ഈ വലിയ കെയറിനെ. ആ കെയറിനെ ഉറ്റുനോക്കുമ്പോ നിങ്ങൾ ഗൾഫിലുള്ള പാവം സഹോദരന്മാരും കൂടി നിങ്ങളും കൂടിയിട്ട് കുറഞ്ഞ പൈസ ചെലവാക്കി അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ. ആ സ്ത്രീക്ക് ഇപ്പൊ ഇവർക്കറിയാം, ഫൈസലുടെ ശരിക്കറിയാം, നമ്മുടെ നാട്ടിലെ ഫൈസൽ എന്നൊരു പയ്യൻ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ആക്സിഡന്റിൽ മരിച്ചു. അവരെ മരിക്കാൻ സമയത്തും മരിക്കുന്നതിന് തൊട്ട് മുമ്പും അവന് ഒരു പാത്തുമ്മ താത്ത എന്ന് പറയുന്ന ഒരാൾക്കുള്ള വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണിയിലെയും ആ വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അന്ന് മരിക്കണ അന്ന് അയച്ചൊരു വോയിസ് മെസ്സേജ് ഉണ്ട്. അത് ഇപ്പോഴും ചെറുപ്പക്കാർ വായിച്ചിട്ട് കരയാറുണ്ട് കേട്ടിട്ട്. കാരണം ആകെ നമ്മളുടെ മുമ്പിൽ ഇതെല്ലാരും ഒന്ന് പൂർത്തിയാക്കണം കേട്ടോ, എല്ലാരും ഒന്ന് പൂർത്തിയാക്കണം കേട്ടോ. അതുകൊണ്ട് പാത്തുമത്താത്താന്റെ വീട് ഇതും പറഞ്ഞുകൊണ്ട് ഉപ്പക്ക് വേണ്ടി എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി പുത്തനത്താണിയിലേക്ക് പോയതാണ്. ആക്സിഡന്റിൽ ലോകത്തോട് വിട പറയാൻ. ഇന്ന് അവിടുത്തെ ചെറുപ്പക്കാര് ഫൈസലിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ഈ പാവം അവന്റെ അവസാനത്തെ ഒരു ആഗ്രഹം എന്ന നിലക്ക് ഈ പാത്തുമത്താത്താക്ക് വീട് ഒരുങ്ങിക്കൊണ്ടേയിരിക്കാൻ അതിനുവേണ്ടി ഒരാളെ സമീപിച്ചപ്പോ ഫൈസലിന്റെ ബന്ധമുള്ള വലിയ പൈസക്കാരനൊന്നല്ല. മൂപ്പര് പറഞ്ഞു, ഫൈസലിന്റെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ തരാം. ആദ്യം അദ്ദേഹമാണ് 1 ലക്ഷം രൂപ എടുത്തു കൊടുത്തത്. ആ 6 ലക്ഷം റുപ്യന്റെ വീട് 6 ലക്ഷം റുപ്യന്റെ വീടാ വെച്ചു കൊടുക്കുന്നത്. 1 ലക്ഷം റുപ്യ മൂപ്പര് തന്ന് വേറൊരാളെ സമീപിച്ചപ്പോ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് 5 ലക്ഷം റുപ്യായി. ബാക്കിയുള്ളത് ആളുകൾ സ്വരൂപിച്ചുകൊണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കാം. ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് വീടെത്തും. ആ വീടിന്റെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്, ഇവിടെ ഇരിക്കണ ആൾക്കാരൊക്കെ പാടെ, നിങ്ങൾ കെയറിന്റെ മെമ്പർമാരൊക്കെ പാടെ അതിന്റെ കുറ്റൂശൊക്കെ പോവാൻ, അതിന്റെ കുടിയിരുത്തത്തിന് പോവാൻ. പാവം ഒരു സ്ത്രീ, അവർക്ക് ഭർത്താവില്ല, പാവം 2 മക്കളുണ്ട്, കൊച്ചുമക്കൾ. ആ സമയത്ത് ഇങ്ങനെ ചെല്ലുമ്പോ അവരൊന്ന് കരയും.
എന്താ നിങ്ങൾക്ക് തരാന്നുള്ളൊരു ബേജാറുണ്ടാകും. വെറും പച്ചവെള്ളം കുടിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോരുമ്പോ ആ സ്ത്രീ ഒന്ന് കരയും. മഫ്തകളിലൂടെ ഇറങ്ങുന്ന ആ കണ്ണുനീരിനെ മഫ്ത കൊണ്ട് അവർ തുടക്കും. അപ്പൊ ആ കുട്ടികൾ അന്തിച്ചു നിൽക്കും. അള്ളാഹുവിന്റെ അർശ് കിലുങ്ങുന്നുണ്ട് ആ സമയത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പാവപ്പെട്ട മനുഷ്യന് വീട് കൊടുക്കുന്ന സമയത്ത് അള്ളാഹു സന്തോഷപ്പെടുന്നുണ്ട്. ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മം. എനിക്കറിയാം, ഇവിടെ നമ്മുടെ KMCCയുടെ ചെറുപ്പക്കാരൻ, ഞാൻ KMCCയെ പറ്റി പറയല്ല, നമ്മുടെ അപ്പുറത്ത് പിന്നെ ഒരു കോളനി ഉണ്ട്, ഉദരംപള്ളിക്കുന്ന് എന്ന് പറയുന്ന, അതിന്റെ താഴ്വാരത്തിൽ ഒരു കുടുംബം ജീവിക്കുന്നുണ്ട്. ചെറുപ്പക്കാരൊക്കെ പാടെ ചെന്നതാണ്. പ്രിയപ്പെട്ട നാസർ, ജാഫർ, കുറെ ആൾക്കാരുണ്ട്. അവർ എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു വീടുള്ള വിവരം തന്നെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അവര് പോയപ്പോ 2-3 കുട്ടികളുണ്ട് ആ വീട്ടില്. എന്താ കാര്യം എന്നറിയോ? ഇവര് പറയാണ്, ഒരു കുട്ടി മിണ്ടാൻ പറ്റാത്ത കുട്ടി, ഒരു കുട്ടി ബ്ലഡ് ഇങ്ങനെ ഈ രോമത്തിലൂടെ ബ്ലഡ് വരുന്ന ഒരു കുട്ടി, അത് രോഗം. ഇതേപോലെ തന്നെ ഈ വാപ്പുണ്ടല്ലോ, അതിനെ ഞങ്ങൾ പൊട്ടന്മായ്മ വിളിക്കാൻ തന്നെ ചെറുപ്പത്തിലേ അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ പൊട്ടനാക്കിയതാണ്. അതുകൊണ്ട് ആളുകൾ ജോലിക്കും വിളിക്കൂല. എപ്പോഴെങ്കിലും എന്തെങ്കിലും മണ്ണങ്ങട്ടും കൊണ്ട് വിദഗ്ധമായി ജോലി ചെയ്യാൻ ആ പാവത്തിന് കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും ആൾക്കാർ ജോലിക്കും വിളിക്കൂല. എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു 400-500 ഉറുപ്പ്യ, ഇതാണ് വീട്ടിലേക്കുള്ള അവന്റെ വരുമാനം. വീട് പൊളിഞ്ഞു ചാറാറായെന്ന് മാത്രല്ല, നമ്മളൊരു മിനിറ്റോളം അതിന്റെ ചോട്ട് നിൽക്കൂല. പക്ഷെ അള്ളാന്റെ ഒരു കുതിരത്തോണ്ട് അതിങ്ങനെ നിന്ന് പോരാൻ. ആ സമയത്ത് ഇവര് ചെല്ലുമ്പോ ഒരു ദിവസം മഴയാണ്. ആ മഴയത്ത് ഇങ്ങനെ വലിച്ചൊലിച്ച് വെള്ളം മുടിലേക്ക് വന്നിട്ട് പാവം ഒരു വയസ്സായ ഒരു ഉമ്മ അപ്പുറത്ത്, ഇയാളിപ്പുറത്ത്, ഇയാളെ വിശ്വസിച്ച് കഴിയുന്ന ഭാര്യ അപ്പുറത്ത്, ഈ 2-3 മക്കളും ഇങ്ങനെ ഇരിക്കാത്ര ഉറങ്ങാതെ. കാരണം ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. വെള്ളം അകത്തേക്ക് വന്നിട്ട് ഈ ചെറുപ്പക്കാരത് വന്നിട്ട് പറയാൻ വളരെ പെട്ടെന്ന് അതിന്റെ ഏർപ്പാടുകൾ അവരുണ്ടാക്കി. അങ്ങനെ ഇവിടുത്തെ MLA പ്രിയപ്പെട്ട മമ്മൂട്ടി സാഹിബ് അതിന്റെ തറക്കല്ലിടാൻ വേണ്ടി വന്നപ്പോ ഈ അവസ്ഥ കണ്ടിട്ട് പ്രസംഗിച്ചിട്ട്, ഞാൻ മമ്മൂട്ടി സാഹിബ് അങ്ങനെ പ്രസംഗം നിർത്തുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞതിലടക്ക് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞാണ് എനിക്ക് കണ്ണീര് വന്നപ്പോ ഞാൻ ഇരുന്ന് മമ്മൂട്ടി സാഹിബ് പ്രസംഗത്തിന്റെ ഇടയിൽ കണ്ണുനീര് വന്നിട്ടാണ് ഇരുന്ന്. കാരണം ഇങ്ങനത്തെ വീടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? നിങ്ങൾ ഈ കാരത്തൂരിന്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ പോയി നോക്കി. ആ സമയത്ത് നമ്മൾ കണ്ടത്, നമ്മൾ കാണാത്ത എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കാരത്തൂർ നിന്ന് ഇറങ്ങിയാല് വീട്, ഇതിന്റെ പരിസര പ്രദേശത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനത്തെ വീട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ കാരത്തൂരിന്റെ ഓരത്തന്നെ കണ്ടെത്താൻ പറ്റും. ആ വീട് പൊളിച്ച് നേരാക്കി ഇങ്ങനെ ശരിയാക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ എത്രയോ പറമ്പ് വാങ്ങി അവിടെയൊക്കെ ബിൽഡിങ് കെട്ടുന്നതിനേക്കാൾ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നും. ഈ പാവം കുട്ടി, ഈ കുട്ടികൾ സന്തോഷത്തോടെ അതിൽ കിടന്നുറങ്ങുമ്പോൾ അത് അവസാനിക്കാത്ത സന്തോഷമാണ്. നമ്മളൊരു പറമ്പ് വാങ്ങുന്നതും വെക്കുന്നത് പോലെയുള്ള സന്തോഷമല്ല ഈ കുട്ടികളുടെ സന്തോഷം. ഒരു പാവപ്പെട്ട മനുഷ്യന് കിഡ്നിക്ക് ഡയാലിസിസ് നടത്തി അയാളുടെ അസുഖം മാറി, അയാൾ തിരിച്ചെത്തി എന്ന് വിചാരിക്കുക. എന്നിട്ട് 2 ചെറിയ കുട്ടികൾ അയാളുടെ കയ്യും പിടിച്ചോണ്ട് ഡോക്ടർ പറഞ്ഞത് പ്രകാരം നടത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കണ്ണീര് വരും. നമ്മളുടെ ചെറിയ ഒരു തുകയുണ്ട് ആ പാവത്തിന്റെ ഈ ജീവിതത്തിന്റെ പിന്നിൽ. നമ്മൾ ആരോടത് പറയരുത്, പക്ഷെ നമ്മുടെ മനസ്സിനുള്ള സന്തോഷമാണ്. അത് എല്ലാ സന്തോഷത്തിനേക്കാളും അപ്പുറത്താണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ, ഈ പറയുന്ന മേഖലകളിലേക്ക് നിങ്ങൾ ആരും ഇവര് കഷ്ടപ്പെടുത്തൂല. കെയറിൽ ചേർന്നതിന്റെ പേരിൽ, ഇങ്ങനൊരു സംഘം ഉണ്ടാക്കിയതിന്റെ പേരിൽ പഠിച്ചോലഞ്ഞ് പിരിവോണ്ട് പിരിവാവോ ഒരിക്കലും ഉണ്ടാവില്ല. ഇത് ചെയ്യാൻ നിങ്ങളുടെ സന്നദ്ധമായ മതി ചെയ്യാൻ. പരപ്പനങ്ങാടിയിലെ കുറച്ച്, ഞാൻ പലയിടത്തും ഇങ്ങനത്തെ പരിപാടിക്ക് പോണത്, ഒരുപാട് സ്ഥലത്ത്, എത്ര സ്ഥലത്താ പോയത് എനിക്കെന്നെ അറിയില്ല. നമ്മൾ പറഞ്ഞു പോരും, പിന്നെ അവരിങ്ങനെ വാട്സാപ്പിലയക്കും, സാറേ ഇപ്പൊ അത്ര വീടായിട്ടോ എന്നൊക്കെ. പരപ്പനങ്ങാടിയിലെ നമ്മളെ നെയ്മ സംഘമൊക്കെ പാടെ അവര് കാണാൻ മാസത്തിൽ ഇങ്ങനെ അയക്കണ്, ഈ മാസം ഞങ്ങൾക്ക് 7 ലക്ഷം രൂപ കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ അവർ വീട് വെച്ചു കൊടുക്കുകയാണ്. ഈ മാസം കൃത്യമായിട്ട് കണക്ക്. ഞാൻ പറയും, എനിക്ക് എന്തിനാ കണക്കായാലും നിങ്ങളാണ് ഇതിന് വന്നിങ്ങാണ്ട് പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ പറഞ്ഞതിന്റെ ഒരു പ്രതിഫലം അല്ലാതെ തരട്ടെ. പക്ഷെ ചെയ്യണതൊക്കെ അവരാണ്. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ആളുകൾ അതിലേക്കാണ് ഇഷ്ടപ്പെടും. ചിലപ്പോ, ഞാൻ അവസാനിപ്പിക്കുന്നു, ചിലപ്പോ എന്നല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളോട് നിങ്ങൾ ഈ കാര്യം പറഞ്ഞാൽ അവർ വരെ ഇതിന് ചെയ്യാൻ തയ്യാറാകും. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, കുറുമ്പത്തൂര് ജുമാ മസ്ജിദ് എത്രയോ പൈസ ചെലവാക്കിയിട്ട് ഇപ്പൊ പുനർനിർമ്മാണം നടത്തി. പക്ഷെ ആ മഹല്ലുകാര് മാത്രമാണ് പൈസ എടുത്തത്. ഞാൻ ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത് വീട്, എന്റെ ഭാര്യ വീട്. അതിന്റെ സെയ്തൽ വ്യാജിനോട് ഞാൻ ചോദിച്ചു, എന്റെ വകയായിട്ട് എന്തെങ്കിലും ഒന്ന് തരട്ടെ, പള്ളിപ്പണി നടക്കല്ലേ. അയ്യ, അത് നിങ്ങൾ പറയരുത്, കാരണം വേറെ ഒരു മഹല്ലേരത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടില്ല, അവിടെ നിങ്ങൾക്ക് തരൂല, വാങ്ങൂലെന്ന് ഞങ്ങൾ പറയല്ല. പക്ഷേ ആരും വാങ്ങാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, 3-3.5-4 കോടിയൊക്കെ വേണ്ടേ, ഇത് എവിടുന്ന് നിങ്ങൾ ഉണ്ടാക്കുക പറഞ്ഞു. എന്റെ പ്രസിഡന്റ് ഉടനെ എന്നോട് പറഞ്ഞേ, അതിനിവിടെ പെണ്ണുങ്ങളില്ലേ, നമ്മളെ മഹലിലെ സ്ത്രീകളുണ്ടല്ലോ,
അതിന്റെ യഥാർത്ഥ വശം നമ്മൾ അറിഞ്ഞത് എന്താണെന്നറിയോ? നാളെ ഉദ്ഘാടനം അവിടുത്തെ കാദിയായിട്ടുള്ള ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനത്തിന് വരാൻ നിൽക്കാൻ. അതിന്റെ തലേ ദിവസം പെണ്ണുങ്ങൾക്കാണ് എന്ത് കാണാനുള്ള ഉത്തരവാദിത്തം. ആ പെണ്ണുങ്ങൾ അതൊക്കെ കണ്ട് പിറ്റേന്ന് തങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ അതിന്റെ തൊട്ട് തലേന്നത്തെ കാണലിന്റെ സമയം എന്റെ അമ്മായിമടക്കം പോയതുകൊണ്ട് അവർ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഓരോ സ്ത്രീകളും ചുമരും ഇങ്ങനെ തൊട്ട് കരയാൻ, ഓരോ സ്ത്രീകളും തൂണുമ്മ തൊട്ട് കരയാൻ. എന്റെ ഏതോ ചെയിനുണ്ട് ദാ ഈ പതിലിൽ, എന്റെ ഏതോ കമ്മലുണ്ട് ദാ ഈ മതിലിൽ, എന്റെ ഏതോ ഇതുണ്ട് ദാ ഈ തൂണിൽ. ഇത് സ്ത്രീകളുടെ ഒരു സന്തോഷമാണ്. ഈ പള്ളി ഇങ്ങനെ കയറിയതിൽ എന്റെ കുറെ ആഭരണങ്ങളുണ്ട് എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീകളോട് നിങ്ങൾ കുറച്ചാളുകൾ ചെന്ന് കണ്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു പക്ഷേ ആണുങ്ങളെക്കാൾ കൂടുതൽ സഹായിക്കുന്നത് അവരായിരിക്കും. ഇത് ഞങ്ങൾ മുമ്പിൽ വെക്കാൻ നമ്മൾ ആരും അത് എടുക്കാറില്ല. കാരണം അവർക്ക് കുറച്ചും കൂടി മനസ്സ് ശുദ്ധമാണ്, അവർ പെട്ടെന്ന് ചെയ്യുന്നവരാണ്, ഭർത്താക്കന്മാരുടെ അനുവാദത്തോടു കൂടി ഇവരതൊക്കെ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി നമ്മളാണ് നടപ്പിലാക്കുന്നതെങ്കിലും എല്ലാവരെയും സമീപിച്ചു എല്ലാവർക്കും വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ നമ്മൾ മരിച്ചു പോകുമ്പോ നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ചോ, ഈ കാരത്തൂരിന്റെ പ്രദേശത്ത് നിന്ന് എന്നെങ്കിലും നമ്മൾ മരിച്ചു പോകും. ആ സമയത്ത് നമ്മുടെ മയ്യത്ത് കെട്ടില് പോകും, മുമ്പിൽ കുറെ ആളുകൾ, പിന്നിൽ കുറെ ആളുകൾ. അപ്പൊ ആകാശത്ത് നിന്നും മലക്കുകൾ വിളിച്ചു പറയണം, ഈ പാവത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു, കാരണം പാവങ്ങൾക്ക് വേണ്ടി സഹായിച്ച മനുഷ്യനാണ് എന്ന്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല മൂലക്കിൽ നിന്ന് ഒരുപാട് കരഞ്ഞു. സഹാബാക്കൾ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ കരയുന്നത് എന്ന്. ആ സമയത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു തആല രഹസ്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. കുറെ യത്തീം കുട്ടികൾക്ക് ഭക്ഷണം, കുറെ വിധവകളായ ആളുകൾക്ക് ഭക്ഷണം, കുറെ കിളവികളായ ആൾക്കാർക്ക് ഭക്ഷണം. ഇതൊന്നും നമ്മൾ അറിയിച്ചിട്ടില്ല, ഒക്കെ ഇഖ്ലാസോട് കൂടി ചെയ്യലാണ്. ഞാൻ ആലോചിക്കുന്നത് ഇന്ന് എത്ര യത്തീമുകൾ പട്ടിണിയിലാകും, ഇന്ന് എത്ര വിധവകൾ അവർക്ക് ഭക്ഷണം കിട്ടാതെ കഴിയും. ഇത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തോടെ ഒരുപാട് ആളുകൾ ഇന്ന് പട്ടിണിയിലാകും, ഒരുപാട് ആളുകൾ ഇന്ന് പ്രയാസത്തിലാകും. അത് ആലോചിച്ച് ഞാൻ കരയുകയാണ്. അതിന്റെ 1000 കോടിയിലൊരംശം നമ്മുടെ മയ്യത്ത് പോകുമ്പോ അവിടുത്തെ മണൽത്തരികൾ പോലും പറയണം, ഈ പാവം മനുഷ്യൻ കാരണത്താൽ ഇവിടെ കുറെ ആളുകൾക്ക് നന്മകൾ ഉണ്ടായിരുന്നു, അതാ പോകുന്ന അദ്ദേഹത്തിന്റെ മയ്യത്ത് കെട്ടിലെന്ന് അവിടുത്തെ മണൽത്തരികൾ പോലും പറയണം, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് വലിയ സ്ഥാനം കൊടുക്കണേ എന്ന്. അങ്ങനെയേ നമ്മുടെ മയ്യത്ത് പോകാവൂ. അല്ലാതെ നമ്മൾ അധ്വാനിച്ച് നമ്മളൊരു വീടുണ്ടാക്കി അതിൽ കിടന്ന് മരിച്ച് ആർക്കും ഉപകാരം ചെയ്യാത്ത ഒരു മയ്യത്ത് ഈ നാട്ടിലൂടെ കടന്നു പോകരുത്. ഇവിടുത്തെ മണൽത്തരികൾ പോലും, ഓരോ പാവം ആളുകൾ പോലും വിതുമ്പിക്കരയുന്ന അവസ്ഥയിൽ നമ്മുടെ മയ്യത്ത് കെട്ടിൽ നാളെ സഞ്ചരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കേരളെല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്നെ കൊണ്ടാകുന്ന എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇൻഷാ അല്ലാഹ് അതെല്ലാം നമ്മൾ ഇവിടെ തരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെ ക്ഷണിച്ചിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ എടശ്ശേരിക്കും, അതേപോലെ തന്നെ ഇതിന്റെ ഡോക്ടർ സാഹിബ് അടക്കമുള്ള, ഉസ്താദ് അടക്കമുള്ള ഇവിടെ മുഴുവൻ ആളുകൾക്കും എല്ലാ രീതിയിലുള്ള ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അള്ളാഹു ഇതിനെ വലിയ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ മനുഷ്യർക്കും ഇതിന്റെ തണല് കിട്ടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ ഈ നിമിഷത്തിൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ആളുകൾ നമ്മളെ എതിർത്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള സഹായം മാത്രമാണ്. അങ്ങനെ അള്ളാഹു എല്ലാറ്റിനെയും തണുപ്പിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട സുലൈമാൻ മേൽപ്പത്തൂർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അടിസ്ഥാനപരമായി പരിഗണിച്ചുകൊണ്ട് തന്നെയുള്ള നീക്കങ്ങളാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട സുലൈമാൻ മേൽപ്പത്തൂരിനോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഞങ്ങളുടെ ഈ സംഘടനയുടെ പാട്രണേജിൽ നിങ്ങൾ കൂടി ഉണ്ടാകണമെന്നാണ്. രംഗമായിട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരോടും സൂചിപ്പിക്കുവാനുള്ളത്, ഒരുപാട് ഉദ്ദേശങ്ങളും പദ്ധതികളും നമ്മൾ ആലോചിച്ച് തീരുമാനത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വിഷയത്തിൽ പരമാവധി നമ്മളൊക്കെ സഹായിക്കുകയും പറ്റാവുന്നവരെ കൊണ്ടൊക്കെ ഇതിലേക്ക് സഹായം നിങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യണം. ആരെയും ഇവിടെ സൂചിപ്പിച്ച പോലെ നിർബന്ധിച്ചുകൊണ്ട് ഒന്നും ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെ മുമ്പിലേക്കും വീടുകളിലേക്കും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കണം. നമ്മൾ ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും വലിയ പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കണം. നമുക്കറിയാം, നമ്മളൊക്കെ വിചാരിച്ചാൽ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങളിലേക്ക് ലഭ്യമാക്കുവാൻ സാധിക്കും. 50,000, 1,00,000, 25,000 ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെയും, അല്ലാത്തവർ അവരെ കൊണ്ട് കഴിയാവുന്നവരെ കൊണ്ടൊക്കെ ആ നിലക്ക് സഹകരിപ്പിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്കൊരു പബ്ലിക് പരിപാടി തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്.
നമ്മുടെ ചില തീരുമാനങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാനുണ്ട്. അത് കമ്മിറ്റി കൂടിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് തീരുമാനം പ്രഖ്യാപിച്ച് നിങ്ങളുടെ മുമ്പാകെ നോട്ടീസും മറ്റുമൊക്കെ ആയിട്ട് അത് അറിയും. ആ സമയത്ത് നമുക്ക് പബ്ലിക്കായി വലിയ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഔദ്യോഗികമായ ലോഞ്ചിങ് നമുക്ക് നടത്തണം. നമ്മുടെ പ്രവർത്തന പദ്ധതികൾ നമ്മൾ വിശദീകരിക്കണം. ഇതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് അറിയിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മഹലിലെ ഖത്തീബ് കൂടിയായിട്ടുള്ള ഗഫൂർ റദ്വി അവരോട് സാധനം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ചാരിറ്റബിൾ അസോസിയേഷൻ ഫോർ റിലീഫ് ആൻഡ് എംപവർമെന്റ് എന്ന കെയർ കാരത്തൂരിന്റെ വളരെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. റിലീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് അതിന്റെ ശ്രേഷ്ഠതകളും പുണ്യങ്ങളും ഒക്കെ ബഹുമാനപ്പെട്ട സുലൈമാൻ സാഹിബോട് പറഞ്ഞു കഴിഞ്ഞു. ജുമുഅത്ത് പള്ളിയിലെ സുബഹിന്റെ ശേഷമുള്ള ക്ലാസ്സിന് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് എനിക്ക് ഈ കാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആർത്തസ്വരം കേട്ടൊരു കാതു കാതു, കാരുണ്യമാർന്നിടിന ദൃഷ്ടി ദൃഷ്ടി, സാന്തോക്തിയോതിടിന ജിഹ്വ ജിഹ്വ, സാധുക്കളെ താങ്ങീന ബാഹു ബാഹു എന്ന് ഉള്ളൂർ മഹാകവി പാടിയ ഒരു കവിത ഓർമ്മ വരികയാണ്. ആർത്തസ്വരം കേൾക്കുന്ന കാതാണ് യഥാർത്ഥ കാത്. കാരുണ്യമാർന്നിടിന ദൃഷ്ടി ദൃഷ്ടി, കാരുണ്യമായി കൊണ്ടുള്ള ഒരു കണ്ണാണ് യഥാർത്ഥ കണ്ണ്. ആ കണ്ണിനെ കണ്ണ് എന്ന് പറയുള്ളൂ. അതുപോലെ സാന്തോക്തി യോതിടിന ജിഹ്വ ജിഹ്വ, സാന്ത്വനമേകുന്ന നാവാണ് യഥാർത്ഥ നാവ്. സാധുക്കളെ താങ്ങിയിടിന ബാഹു ബാഹു, യഥാർത്ഥ കരങ്ങൾ എന്ന് പറയുന്നത് സാധുക്കളെ താങ്ങുന്ന കരങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനവുമായി നമ്മൾ ഊർജ്ജസ്വലരായി മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ആരോഗ്യം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ സഹായിക്കണം, സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ സഹായിക്കണം, സ്വാധീനം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ സഹായിക്കണം, അറിവ് കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ സഹായിക്കണം. ഈ ഒരു കാരുണ്യത്തിന്റെ ഒരു സഹായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമാണ് പരലോകത്ത് വലിയ പ്രതിഫലമായി നമുക്കുണ്ടാവുക എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി അഖ്വാമ, അള്ളാഹുവിന് ചില പ്രത്യേകമായ ഒരു വിഭാഗം ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ അവർ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു അവരിൽ നിന്ന് അനുഗ്രഹത്തെ മാറ്റിക്കളയുകയും അത് പറ്റുന്ന മറ്റാളുകളെ അത് ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാധീനമുള്ള ആളുകൾ ഉണ്ടാകും. ഒരു രോഗിയെ ചികിത്സിക്കാൻ ചിലപ്പം പണത്തിനേക്കാളും കൂടുതൽ സ്വാധീനമായിരിക്കും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവുക. 1 ലക്ഷം കാശ് പിരിച്ചു കൊടുക്കുന്നതിനൊക്കെ നല്ലത് ചിലപ്പം ഫ്രീ ആയിട്ട് ചികിത്സ നടക്കുന്ന ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടാവും, അവിടെ എത്തിച്ചു കൊടുക്കുക. അതായിരിക്കും ഏറ്റവും വലിയൊരു പ്രവർത്തനം. അങ്ങനെ സ്വാധീനം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ അങ്ങനെ സഹായിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അവസാനമായി പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പ്രശ്നകലുഷിതമായ ഈ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് നമ്മുടെ IAS മറ്റൊക്കെ നമ്മുടെ കുട്ടികളെ ഭാവി തലമുറയെ അങ്ങോട്ട് നയിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി കൂടി കയർ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മൊയ്തീൻ സാഹിബിന്റെ 2 വാക്ക് സംസാരത്തിന് ശേഷം നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. നേരത്തെ സൂചിപ്പിക്കാൻ കാര്യം വിട്ടുപോയത്, ഇവിടെ ഇഖ്ലാസിന്റെ കാര്യം പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊതു പരിപാടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആര് എന്ത് സഹായിച്ചാലും അതൊക്കെ നമുക്ക് പൊതുജനങ്ങൾക്ക് മുമ്പാകെ നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റുമൊക്കെ നമ്മൾ കൃത്യമായി, കാരണം ഇതെല്ലാം സുതാര്യമായിരിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മൾ ആരെന്ത് തന്നെ ചെയ്താലും ഇൻഷാ അല്ലാഹ് നമ്മൾ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ അവരുകൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കണം നിങ്ങൾ ഈ ഫണ്ടൊക്കെ കൈമാറേണ്ടതെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്.
ആ നിലക്ക് മാത്രമല്ല 1 രൂപയാണ് ഇതിലേക്ക് വരുന്നതെങ്കിൽ പോലും അതൊക്കെ നമ്മൾ പൊതുജനങ്ങൾക്ക് മുമ്പാകെ അറിയിക്കുന്നതിനുള്ള സംവിധാനത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഈ പരിപാടിയുടെ ചെലവിലേക്ക് പോലും 1 രൂപ പോലും ആരുടെ പക്കൽ നിന്നും പിരിച്ചെടുത്തിട്ടില്ല. അതൊക്കെ ഞങ്ങൾ ഭാരവാഹികൾ നേരിട്ടാണ് വഹിക്കുന്നത്. ഇതിനൊന്നും 1 രൂപ നമ്മൾ ചെയ്യുന്നില്ല. നമ്മിലേക്ക് വരുന്ന മുഴുവൻ ഈ സംഘടനയെ സംബന്ധിച്ചോളം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിലേക്ക് 6 രൂപ തന്നിട്ടുണ്ടോ അത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ പോലും ചെലവഴിക്കരുതെന്ന്. അത് പൂർണ്ണമായും ചാരിറ്റിയിലേക്ക് മാത്രം, അതിന്റെ ആവശ്യത്തിനാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് പോലും അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ചാരിറ്റിയിലേക്കുള്ള ധനം പിരിച്ചുകൊണ്ടാവരുതെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ആ കാര്യം കൂടി നിങ്ങളോട് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ മൊയ്തീൻ സാഹിബ് അവരോട് 2 വാക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ ഇപ്പോൾ നമ്മൾ കേട്ട ബഹുമാനപ്പെട്ട സുലൈമാൻ മേൽപ്പത്തൂർ സാഹിബിന്റെ അലയടിക്കുന്ന വാക്കുകൾ അത് എന്നും ഓർമ്മയിൽ നിൽക്കുമാറ് അതേ ശബ്ദത്തിൽ തന്നെ നമ്മുടെ കാതുകളിലും മനസ്സിലും തങ്ങട്ടെ എന്ന് മാത്രം ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഞാനൊരു പ്രസംഗത്തിന് തയ്യാറായി വന്നതല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്നാലാവുന്ന വിധം എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഈ കെയറിനുണ്ടായിരിക്കും. അതിനുവേണ്ട പ്രചോദനങ്ങൾ നൽകാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി പറയുന്നതിന് വേണ്ടി MP അബ്ദുൽ മജീദ്. ബഹുമാനായ ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് എടുത്ത സുലൈമാൻ മേൽപ്പത്തൂർ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇതിന്റെ ആരംഭം കുറിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കാലത്തൂർ പ്രദേശത്തുള്ള അവശരായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് താങ്ങും തണലുമായി കെയറുണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാസംരംഭം ഇവിടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത ബഹുമാനായ സുലൈമാൻ മേൽപ്പത്തൂർ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ മഹല്ല ഖത്തീബ് ഗഫൂർ റദവി, അതുപോലെ തന്നെ ബഹുമാനായ ഡോക്ടർ മൊയ്തീൻ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ ചെയർമാൻ TP ശംസുദ്ദീൻ എന്ന സൈദൽ വിയാജി, ബഹുമാനായ പൊയ്ക്കൽ മുഹമ്മദ് ഹുസൈൻ അടക്കമുള്ള പൈസ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. अस्सलाम वालेकुम। इंशाअल्लाह बाकी